ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ജയപതാക സ്വാമിനി നാമിനേ. നമ ആചാര്യപാദായ നിതായ കൃപാപ്രദായിനേ ഗൗരകദാദാമദായ നഗരഗ്രാമതാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭഗവാൻ കലിയുഗത്തിൽ ഇവിടുന്ന് തിരിച്ചു പോയല്ലോ. ദ്വാപരയുഗത്തിൽ ലാസ്റ്റ് വന്നിട്ട് ഭഗവാൻ തിരിച്ചു പോയപ്പോൾ നമുക്ക് പിന്നെ എന്താണ് ബാക്കി വെച്ചിട്ട് പോയത്? അത്യുജ്വലമായ ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഭാഗവതമാണ് നമുക്ക് ഭഗവാനെ കാണാൻ കിട്ടാനൊരു ഒരേ ഒരു വഴി. നാമജപവും ഭാഗവതം പ്രസാദം. ഇതല്ലാണ്ട് വേറെ വഴിയില്ല ഭഗവാനെ കാണാനായിട്ട്. നമുക്കിങ്ങനെ ഭഗവാനെ കാണാൻ പറ്റും. നാമരൂപത്തിൽ, ഭാഗവത രൂപത്തിൽ, പ്രസാദ രൂപത്തിൽ, 3 രീതിയിൽ. കാരണം ഭഗവാൻ തിരിച്ച് പോയപ്പോൾ ഭഗവാൻ ദ്വാപരയുഗത്തിലൊക്കെ ഫുള്ള് എല്ലാവിടെയും ഓടിക്കളിച്ചിരുന്ന എല്ലാവിടെയും ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ നമുക്കിപ്പോൾ കാണാനായിട്ട് എന്തായാലും പറ്റില്ല. എന്നാലും അമ്പലങ്ങളിലും വിശേഷ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ശരിയായി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാലും അതുപോലൊരു സുഖം നമുക്ക് കിട്ടില്ല. അത് ഇതിലൂടെയാണ് നമുക്ക് കിട്ടുള്ളൂ ഭാഗവതം. അപ്പോൾ ഭാഗവതം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഭാഗവതം നമ്മൾ ദ്വിതീയ സ്കന്ധം 2-ാം അധ്യായമാണ്. 1-ാം അധ്യായം നമ്മൾ കഴിഞ്ഞു. ഓർമ്മയുണ്ട് എല്ലാവർക്കും? വിശ്വരൂപ വർണ്ണനയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഭക്തിയുടെ പ്രഥമ പടി, ആദ്യത്തെ പടി. അതായത് ഭഗവാന്റെ ആദ്യത്തെ 2 സ്കന്ധങ്ങളും ഭഗവാന്റെ പാദങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ പടി ആദ്യമായിട്ട് വരുന്നവർ വിശ്വരൂപത്തിലൂടെയാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഭഗവാന്റെ വ്യക്തിഗത രൂപമൊന്നും അവർക്ക് ഉൾക്കൊള്ളാറായിട്ടില്ല. അതാണ്. 2-ാമത്തെ വന്നിട്ട് പരമാത്മാ സ്വരൂപമാണ് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം നമുക്ക്. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 2-ാമത്തെ സ്കന്ധമാണ്. അതിൽ 2-ാമത്തെ ചാപ്റ്റർ. അതിൻ്റെ പേര് അന്തരംഗസ്ഥനായ ഭഗവാൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതായത് 2-ാമത്തെ സ്കന്ധം വന്നിട്ട് പരമാത്മാ സാക്ഷാത്കാരത്തിലേക്ക് പോകണം. 2-ാമത്തെ സാക്ഷാത്കാരം. ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? വിശ്വരൂപം, അല്ലേ? വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്യോതി. അതായത് അവ്യക്തിഗതവാദികളും വ്യക്തിശൂന്യവാദികൾക്കും പെട്ടെന്ന് ഭഗവാനെ കാണാൻ സാധിക്കുക വിശ്വരൂപ ആരാധനയിലൂടെയാണ്. യോഗികൾക്ക് സാധിക്കുക പരമാത്മാ സാക്ഷാത്കാരത്തിലൂടെ. അതാണ് യോഗികളുടെ രീതിയാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ. നമ്മൾ ഭക്തി യോഗമാണ് ചെയ്യണത്. നമ്മളിതെല്ലാം പഠിച്ചു വരുന്നത് മാത്രം. നമുക്ക് ഡയറക്റ്റ് ഭക്തിയുത സേവനവും നാമജപമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ ഭാഗ്യം ചെയ്തുകൊണ്ടാണ് നമുക്ക് അത് സാധിച്ചത് കേട്ടോ. അപ്പോൾ അന്തരംഗസ്ഥനായ ഭഗവാൻ പറഞ്ഞ എന്താ? ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ, അതാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ 37 ശ്ലോകങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു അല്ലേ, വിരാട് രൂപത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ അധ്യായത്തിൽ ശുഗ മഹർഷി അടുത്ത പടിയായിട്ടുള്ള പരമാത്മാവിൻ്റെ സ്വരൂപമാണ് പറയുന്നത്. അപ്പോൾ ഈ അദ്ദേഹത്തിൽ ആദ്യം തുടങ്ങുന്ന ബ്രഹ്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവും മറന്നുപോയി, നമ്മളെപ്പോലെ തന്നെ. അത് ഭഗവാൻ പറയല്ലേ അർജുനോട്, അർജുന നീ എല്ലാം മറന്നുപോയില്ലേ, ഞാൻ കോടിക്കണക്കിന് വർഷം മുമ്പ് സൂര്യദേവന് ഭഗവത്ഗീത ഉപദേശിച്ച് ഉണ്ടായിരുന്നു എന്ന് പറയണ ഭഗവാൻ. അപ്പോൾ അർജുനൻ പറഞ്ഞു അതെങ്ങനെ സാധിക്കും, ഞാനും നീ ഒരേ പ്രായമല്ലേ കൃഷ്ണ, നീ എങ്ങനെ കോടിക്കണക്കിന് വർഷം മുമ്പ് സൂര്യദേവനെ ഉപദേശിക്കുന്നു പറഞ്ഞപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന എന്ന് വെച്ചാൽ താനേഹം വേദ സർവാണി നത്വം വേത്ത പരന്തമ. അതായത് ഒരുപാട് ജന്മങ്ങൾ നിനക്കും എനിക്കും കഴിഞ്ഞു പോയിരിക്കണു അർജുന, പക്ഷേ എനിക്കതെല്ലാം ഓർമ്മയുണ്ട്, നിനക്കത് ഓർമ്മയില്ല. അതേപോലെ നമ്മുടെ ബ്രഹ്മാവിന് ഓർമ്മയില്ല, സൃഷ്ടികർമ്മം മറന്നുപോയി. ബ്രഹ്മാവ് സൃഷ്ടികർമ്മമൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് വീണ്ടും പ്രളയം വന്ന് ബ്രഹ്മാവ് ഭഗവാന്റെ ഇതിലേക്ക് പോയതിനു ശേഷം വീണ്ടും സൃഷ്ടി ആരംഭിക്കുമ്പോൾ ബ്രഹ്മാവും സൃഷ്ടി എങ്ങനെ ചെയ്യേണ്ടത് മറന്നുപോയി. അപ്പോൾ എന്ത് ചെയ്യണത്? ബ്രഹ്മാവ് വിരാട് സ്വരൂപത്തിനെ ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ വിരാട് സ്വരൂപത്തിൻ്റെ അനുഗ്രഹത്താലാണ് ബ്രഹ്മാവിന് ഓർമ്മ വരുന്നത് സൃഷ്ടികർമ്മം. അതാണ് ഇവിടെ പറയുന്നത്. ആദ്യം ഇവിടെ ബ്രഹ്മാവിനെ കുറിച്ചിട്ട് പറയാണ്, ബ്രഹ്മാവ് തൻ്റെ സർഗശക്തി വിസ്മരിച്ചു. അപ്പോൾ അദ്ദേഹം ഭഗവാന്റെ വിരാട് രൂപത്തെ ധ്യാനിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തി. തൽഫലമായിട്ട് നഷ്ടപ്പെട്ട അവബോധം ഓർമ്മ വരും. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഓർമ്മ വരണമെങ്കിൽ ഭഗവാൻ, നമ്മൾ ആരാണ്? ഭഗവാന്റെ അംശമാണ്. അതൊക്കെ മറന്നുപോയിട്ട് ഈ ശരീരമാണെന്നുള്ള ബോധത്തിൽ എല്ലാവരും ഇരിക്കണം അല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭഗവാന്റെ ബ്ലെസ്സിങ് വരുന്നേ ഉള്ളൂ അല്ലേ, ആ ശരീരബോധത്തിന് വിട്ട് ആത്മീയ തലത്തിലേക്ക് വരാനായിട്ട്.
അപ്പോൾ ഭഗവാനെ നമ്മൾ ധ്യാനിച്ചിട്ട് പ്രീതിപ്പെടുത്തണം. ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ട ആ ബ്രഹ്മദേവന് അവബോധം ഇവിടെ വീണ്ടും ലഭിച്ച പോലെ നമുക്ക് ലഭിക്കും. അപ്രകാരം സൃഷ്ടികർമ്മത്തിന് അദ്ദേഹത്തിന് വീണ്ടും കഴിവുണ്ടായി. ഇനി ബ്രഹ്മസൃഷ്ടിയിലെ ബദ്ധാത്മാക്കൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ അനുസരിച്ച് അല്ലേ മായികമായ സുഖ സൗകര്യങ്ങളുടെ പിന്നാലെയാണ് ചുറ്റിക്കറങ്ങുന്നത്. നമ്മളെയൊക്കെ പോലെ തന്നെ അല്ലേ. നമ്മൾ വളരെ വലിയ ആൾക്കാരാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ ചെയ്യണം മായികമായിട്ടുള്ള അല്ലേ ആ സുഖ സൗകര്യങ്ങളുടെ പിന്നാലെയാണ് പോകേണ്ടത്. നല്ല സ്വത്തും പൈസ സ്റ്റൈലും എല്ലാം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും തന്നെ പറഞ്ഞിട്ട് മാറുന്നവരുണ്ടാവും. എന്നാലും പൊതുവെ എന്ന് പറയണം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാധാരണ ഭൗതിക ലോകത്തിലെ എല്ലാ ബദ്ധജീവാത്മാക്കളും ബ്രഹ്മസൃഷ്ടിയാണ്. എല്ലാ ബദ്ധജീവാത്മാക്കളും അല്ലെ എല്ലാവരെയും ആരെ സൃഷ്ടിച്ച് ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നത് അല്ലെ. ബ്രഹ്മാവിനെ കൃഷ്ണൻ സൃഷ്ടിച്ചു അല്ലെ. വിഷ്ണു ബ്രഹ്മാവ് വന്നിട്ട് എല്ലാ ഭൗതിക ലോകത്തിലെ മറ്റ് ദേവന്മാരെയും മനുഷ്യരെയും 54 ലക്ഷം ജീവജാലങ്ങളൊക്കെ സൃഷ്ടിച്ചു. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ മുഴുവൻ സുഖ സൗകര്യങ്ങൾ എത്ര ലഭിച്ചാലും തൃപ്തി വരാതെ ഈ ഭൂമിയിൽ തന്നെ നിറയെ കിട്ടും. എന്നാലും പോരാണ്ട് സ്വർഗ്ഗലോകങ്ങൾക്ക് അന്വേഷിച്ച് പോകാനാണ്. നമുക്ക് 12:30 നിവേദിച്ചാൽ മതി പ്രഭു. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ ഉന്നത ഗ്രഹങ്ങളൊക്കെ പോയിട്ട് അദ്ദേഹം സുഖിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ. എല്ലാവരും സുഖിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എവിടെ പോയാലും സംതൃപ്തിയില്ല. അതാണ് നമ്മുടെ പ്രോബ്ലം. എന്താ തൃപ്തിയില്ലാത്ത കാരണം? നമ്മുടെ ഒറിജിനൽ സ്ഥലത്ത് എത്താത്തതുകൊണ്ടാണ് നമുക്ക് തൃപ്തിയില്ല. നമ്മൾ സന്തോഷം കിട്ടാനായിട്ട് പല സ്ഥലങ്ങളിൽ കറങ്ങി നടക്കണം. സ്വത്തുക്കൾ സമ്പാദിച്ചാൽ കുറേ സന്തോഷം, കുറേ പൈസ ഉണ്ടായി സന്തോഷം ഉണ്ടാവും പറയും. പക്ഷെ വെറുതെ പറയാണ് അല്ലേ. പൈസ ഉണ്ടായി സന്തോഷം ഉണ്ടാവും നമുക്ക് വെറുതെ പറയും. പൈസ ഉണ്ടായി ടെൻഷൻ കൂടുള്ളൂ. പൈസ ഇല്ലാത്തവർക്ക് സമാധാനങ്ങളും കിട്ടും. അതെന്ന് വെച്ച് പൈസ ഉണ്ടാക്കാണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്. നമ്മൾ യഥാർത്ഥ സന്തോഷം അതിലൊന്നും അല്ല എന്ന് സത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൂ. കാരണം ഞങ്ങളത് പാലക്കാട്ടുകാർ അത്രയ്ക്കും സിമ്പിളായി ജീവിക്കുന്നില്ല. ഞങ്ങളത്ര സന്തോഷം തൃശ്ശൂർ വന്നപ്പോൾ കിട്ടുന്നില്ല. കാരണം തൃശ്ശൂർ ഭയങ്കരമായിട്ട് രജോ ഗുണത്തിൽ സ്വത്തുക്കളോടും അട്രാക്ഷനാണ് കൂടുതൽ. അവിടെ സിമ്പിളായിട്ട് ചെരുപ്പിടാണ്ട് നടക്കും. ഞങ്ങൾ ചെരുപ്പൊന്നും ഒരു നിർബന്ധമില്ല അവിടെ. അതിൽ കിട്ടിയതുള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കും. വസ്ത്രങ്ങളും അങ്ങനെ നിർബന്ധമില്ല. അവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒന്നിനും ആരെ ആശ്രയിക്കില്ല. ആരെയും ഒരു പൈസ വാങ്ങിക്കില്ല. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് മതി, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള അവസ്ഥയാണ് സത്യം. അതാണ് നമ്മുടെ കൃഷ്ണ കോൺഷ്യസിലും വേണ്ടത്. എന്നാലേ സന്തോഷം ഉണ്ടാവുള്ളൂ. ആഗ്രഹം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യമൊക്കെ കിട്ടും. നമ്മുടെ ഈ ബജാജ് അലയൻസ് ഒക്കെ വന്നിട്ട് പൈസ തരാ പറയും. വാങ്ങിച്ചു കഴിഞ്ഞാൽ പോയി. പിന്നെന്താണ്? പിന്നെ അടവങ്ങട് വന്ന് അടച്ച് തീരെയില്ല. മരണം വരെ അടച്ചു തീരില്ല. വല്ല സമാധാനം കിട്ടും. അതുപോലെയുള്ള ആൾക്കാർ നമ്മുടെ പിന്നാലെ വരും നമ്മളെ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കും. ഇവിടെ സിമ്പിൾ ലൈഫിനെ കുറിച്ച് പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം അപ്പോൾ എവിടെ ചെന്നാലും സന്തോഷം ഉണ്ടാവില്ല. എന്നാൽ ആ ബ്രഹ്മഭുവന പര്യന്തം സർവം മായാമയം ജഗത് സത്യം സത്യം പുനഃ സത്യം ഹരേ നാമൈവ കേവലം. ആ ബ്രഹ്മഭുവന പര്യന്ത ബ്രഹ്മലോകം മുതൽ ഭൂമി മുതൽ ബ്രഹ്മലോകം വരെ നിങ്ങൾ എല്ലാവരും ചുറ്റിക്കറങ്ങിക്കോളൂ. സർവം മായാമയം ജഗത്ത് എല്ലാവരുടെയും മായ തന്നെയാണ്. സത്യം സത്യം പുനഃ സത്യം. ഒന്ന് മാത്രമേ സത്യമുള്ളൂ. എന്താണ്? ഹരേ നാമൈവ ഹി കേവലം. ഹരിനാമം മാത്രമേ സത്യമുള്ളൂ. അത് നിങ്ങൾ ഓരോ സ്ഥലത്ത് ചെന്ന് പെടുമ്പോൾ മനസ്സിലാവും. ആദ്യം നമുക്ക് തോന്നും ജോലി കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ടെൻഷൻ. ജോലി കിട്ടുമ്പോൾ അവിടുത്തെ പ്രശ്നം മനസ്സിലാവും. അമേരിക്കയിൽ പോയി നല്ല സന്തോഷമാണ് വിചാരിക്കുക. അമേരിക്കയിൽ പോയി വന്ന പാർട്ടിയുണ്ട്, ഇവിടെ വന്ന് കിട്ടിയാൽ മതി. ആരെ കാനഡയിൽ പോയി നല്ല സന്തോഷമാണ് വിചാരിച്ച ഒരാൾ പോയി ഇവിടെ ഒന്ന് എപ്പോഴാണ് എത്താന്ന് വിചാരിച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സന്തോഷം തന്നെയാണ്, സുഖ സൗകര്യങ്ങൾ കൂടുതൽ തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ സത്ത അതിലൊന്നുമല്ല, ആത്മാവ് അതിലൊന്നുമല്ല സന്തോഷിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് സന്തോഷം കിട്ടാത്തത്. നമ്മൾ ഇല്ലാത്തവരുള്ളത് വേണം അന്വേഷിച്ച് നടക്കും. കിട്ടിക്കഴിഞ്ഞാൽ അത് വിട്ട് താഴേക്കേണ്ടി വരും. അതാണ് പ്രഭു ഇത്ര സിമ്പിളായിട്ട് നടക്കാൻ തുടങ്ങിയത്. പ്രഭു ഒരു കാവ്യമുണ്ടും ധരിച്ച് അല്ലേ, അരവിന്ദ് പ്രഭു കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ പ്രഭുവിനെ കുറിച്ച്. അതായത് വെച്ചാൽ എല്ലാവരും നമുക്ക് ഒന്നും സന്തോഷമില്ലാത്ത അവസ്ഥ വരികയാണ്. അപ്പോൾ ഭഗവത് ധാമത്തിൽ നമ്മൾ മടങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും വേണ്ടത്. ബാക്കിയൊന്നും നമ്മൾ ഇവിടെ ക്ലാസ്സിന് വേണ്ടി പറയണല്ല, ശരിക്കും നമ്മൾ ആലോചിച്ചാൽ അതല്ലാണ്ട് വേറെ ഒരു കാര്യത്തിന് നമുക്ക് യഥാർത്ഥ സന്തോഷം ഇല്ല. നോക്കിക്കോളൂ, ശ്രമിച്ചോളൂ, പക്ഷെ സന്തോഷമില്ല. അപ്പോൾ ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയത്നിക്കുക. ന്യായമായ ആവശ്യം എന്താ? വിശക്കുമ്പോൾ ഫുഡ് കഴിക്കണം, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം. പഴങ്ങൾ കഴിച്ചാലും മതി, വിശപ്പ് മാറും അല്ലേ. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം. കിണറുണ്ട് അല്ലേ, ഇഷ്ടം പോലെ കിണറുകളുണ്ട്. ആ വെള്ളമൊക്കെ കിട്ടാൻ വഴിയൊക്കെ ഉണ്ട്. കഠിനാധ്വാനം ചെയ്ത് സമയം പാഴാക്കാതെ കൂടുതൽ സമയം ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ചെലവഴിക്കാനാണ് പറഞ്ഞത്. ഞായറാഴ്ച മാത്രം ഇത് ഓർമ്മയുണ്ടാവും നമുക്ക്. തിങ്കളാഴ്ച തൊട്ടിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ മാനവ ജീവിതം, മനുഷ്യ ജീവിതം എന്തിനാണ്? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ്.
വ്യാഴാഴ്ച നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും സൗത്ത് വൃന്ദാവനിൽ പോയി സേവ ചെയ്യുന്നുണ്ട്. എന്തൊരു സന്തോഷമാണ്. അവിടെ നമ്മൾ പൈസ കിട്ടാൻ വേണ്ടൊന്നല്ല പോണത്, പക്ഷെ എന്തൊരു സന്തോഷമാണ് അവിടെ സേവ ചെയ്യുമ്പോൾ. മഞ്ജു മാതാജിയൊക്കെ പാട്ട് പാടി ഡാൻസ് ചെയ്ത് സേവ ചെയ്യണം. എന്താണ് മാറാളത്തട്ടിൽ അടിച്ചു മാറാനൊക്കെ. കാരണം ഭഗവാന്റെ കാര്യങ്ങൾ എന്ത് തന്നെ ചെയ്താലും അതിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആനന്ദാമ്പുതി വർദ്ധനം പ്രതിപദം അല്ലേ, അതാണ്. അപ്പോൾ ജീവിതാവശ്യങ്ങൾ അനാവശ്യമായിട്ട് വർദ്ധിപ്പിക്കരുത് എന്ന് ഇതിൽ പ്രത്യേകിച്ച് പറയണം. അനാവശ്യമായി വർദ്ധിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? പാലക്കാട്ടുകാരെ കണ്ടുപഠിക്കുക, നെന്മാറക്കാരെ കണ്ടുപഠിക്കുക. ഇപ്പോൾ ടൗണിലൊക്കെ മാറ്റം വന്നോട്ട്. ഞങ്ങളൊക്കെ പണ്ട്, ഞാൻ 18 വർഷം ഇവിടെ വന്നിട്ട്, അതിന് മുൻപൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഒരാവശ്യമില്ല. ഞാൻ ട്യൂഷൻ എടുത്തിട്ട് 700 രൂപ കിട്ടിയിരുന്നു പണ്ട്. വളരെ 30-40 രൂപയ്ക്കാണ് ഒരാളുടെ നിന്ന് വാങ്ങിക്കുക. 18 വർഷം മുമ്പൊക്കെ. ഇപ്പൊക്കെ ഒരാളുടെ നിന്ന് 700-1000 ഒക്കെ വാങ്ങിക്കുന്നുള്ളൂ. ഒരു 700 രൂപയ്ക്കാണ് 10-20 കുട്ടികളെ ട്യൂഷൻ എടുക്കുക. അത് അമ്മയുടെ അടുത്ത് കൊടുക്കുക. എനിക്ക് ഒറ്റ ആവശ്യമില്ല. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പേരിൽ കല്യാണത്തിന് ആവശ്യമായിട്ട് കൊണ്ട് പോസ്റ്റ് ഓഫീസിലാണ് അവർക്കും ആവശ്യം. എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ലൈഫ് ആയതുകൊണ്ട് ഇത് ഉപയോഗിക്കില്ല. എക്സ്ട്രാ വന്ന ഒരു മണിയും ഉപയോഗിക്കില്ല. നമുക്കങ്ങനെയല്ല, എത്ര കിട്ടിയാലും തൃശ്ശൂരുകാർക്ക് പോരാ. എന്താ വെച്ചാൽ അത്ര ജീവിതാവശ്യമാണ്. സത്യമായിട്ട് രജോഗുണം വർദ്ധിക്കും തോറും നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. കടം വാങ്ങിച്ച് അതും തിരിച്ചു കൊടുക്കൂല. അവരുടെ ശാപം പിന്നെ പോവില്ല. ഈ ജന്മല്ല, എത്ര ജന്മം എടുത്താലും നമ്മളെ കടപ്പാടുകളൊന്നും വെക്കാൻ പാടില്ല. തൃശ്ശൂരുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കടം വാങ്ങിക്കുക, കടം കൊടുക്കുക, ഇതൊന്നും ചെയ്യരുത്. കടപ്പാട് വെക്കരുത്. കാരണം ഈ ലോകത്ത് ഈ ജന്മം നമുക്ക് പോകാൻ പറ്റില്ല. ഇത് തിരിച്ചെപ്പോൾ 1 രൂപ ഒരാളുടെ നിന്ന് വാങ്ങിച്ചാൽ ആ തന്നാൾ മറന്നാലും ഭഗവാൻ മറക്കില്ല. അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കണ വരെ ഇവിടെ ജന്മം എടുക്കണം, ശരീരം എടുക്കണം. പിന്നെ എന്താ കാര്യങ്ങൾ വേഗം വാങ്ങിക്കാണ്ട് തിരിച്ചു കൊടുക്കുക നല്ലത്. ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം കടപ്പാടാണ് നമ്മുടെ ഈ ശരീരം. എങ്ങനെ ഈ ശരീരം കിട്ടി, എങ്ങനെ അരവിന്ദ് പ്രഭുവിനെ എനിക്ക് കിട്ടിയ, എങ്ങനെ തുളസീനെ കിട്ടിയ പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ഈ കടപ്പാടാണ്. ആൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു, അവൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു, തിരിച്ച് അല്ലേ. നമ്മൾ കൊടുക്കാനുള്ള ഒരു മുഴുവൻ ഭാര്യയും ഭർത്താവും മക്കളായിട്ട് വരും, ബന്ധുക്കളായിട്ട് വരുന്നുണ്ട്. നമ്മളങ്ങോട്ട് മൂട്ടിപ്പിക്കും. ഇപ്പം നമ്മുടെ അയൽവക്കക്കാർ ആയിരിക്കും കടം വാങ്ങിച്ചിട്ടുണ്ടാവുക. നമ്മൾ അടുത്ത ജന്മം മക്കളായിട്ട് വരും. ഇവർ തല്ലിക്കൊല്ലാൻ പറ്റുമോ? ഇവരെന്ത് ചെയ്യും? നമ്മളെ മൂട്ടിപ്പിച്ച് ഇല്ലേ. അച്ഛന എന്താണെന്ന് അറിയോ, ഇത് കടം വീട്ടാണ്. കഴിഞ്ഞ ജന്മം നമുക്ക് അവർ കൊടുക്കാനുള്ള സാധനം ഇവരിവിടെ വന്നിട്ട് കടം വീട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കരുത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കൽ വാങ്ങലുകൾ പേഴ്സണലി ചെയ്യരുത്. പിന്നെ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തന്മാരെയൊക്കെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? കൃഷ്ണാർപ്പണം അല്ലേ. കൃഷ്ണ, ഞാൻ നിന്റെ ഭക്തന് വേണ്ടി നിന്റെ പൈസ അതേ കൊടുക്കുന്നു, കൃഷ്ണാർപ്പണം, സർവം കൃഷ്ണാർപ്പണം വസ്തു, എനിക്ക് അതിലൊരു തരം പങ്കുമില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ കടപ്പാടുണ്ടാവില്ല. അല്ല, പേഴ്സണലി ആയിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് വരും. എത്ര ജന്മം എടുക്കേണ്ടി വരും ഇത് തീരണമെങ്കിൽ. 10, 100, 1000 പേരുടെ എന്തെങ്കിലും തൃശ്ശൂർക്കാർ മിനിമം 1,00,000 പേരുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. എല്ലാവരും കണക്ഷനും വയ്ക്കും. എന്താ വെച്ചാൽ ബന്ധം വയ്ക്കും. ബന്ധം ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്നത് നല്ലതാണ്. കൃഷ്ണ കോൺഷ്യസിന് മാത്രമേ അത് നല്ലതുള്ളൂ. നമ്മുടെ ജീവിതത്തിന് ഭയങ്കര ദോഷമാണ്. കാരണം ആ കർമ്മത്തിൻ്റെ ഒരു ഇടപാടുണ്ടോ, അതിന് തീർക്കണ്ടേ. ഈ ജന്മം തീർത്തില്ലെങ്കിൽ അതിന് വേണ്ടി വരണം. എത്ര ആളുകളുടെ നമുക്ക് മറന്നും പോകും. ഇത് മുഴുവൻ റെക്കോർഡഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മിനിമം കോണ്ടാക്റ്റ് വെക്കാവോ എന്ത് കൊടുക്കൽ വാങ്ങലുകൾക്ക്. ആ ഓർമ്മയുണ്ടാവില്ല. അത്രയും പേർക്ക് തിരിച്ചു കൊടുക്കുക. മരിക്കുന്നതിന് മുമ്പ് അത് തിരിച്ചു കൊടുക്കുക, വാങ്ങിക്കാനുള്ള തിരിച്ചു വാങ്ങിക്കുക, എന്നിട്ട് നിർത്തുക. മനസ്സിലായോ? എന്താണെന്ന് വെച്ചാൽ കടപ്പാട് വീണ്ടും ഇതേ ശരീരം തൃശ്ശൂർ ജില്ലയിൽ ഇതേ ശരീരത്തിൽ ഇവിടെ തന്നെ ജനിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തോളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ കടബാധ ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? ജീവിതാവശ്യങ്ങൾ വർദ്ധിപ്പിക്കരുത്. നമ്മുടെ ആഗ്രഹവും ജീവിതാവശ്യങ്ങളുടെ വർധനമാണ് നമ്മൾക്ക് ഈ പൈസയുടെ ആഗ്രഹം വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുക? നമ്മൾ കൂടുതൽ അല്ലേ മറ്റ് കാര്യങ്ങളിൽ ലോണുകളൊക്കെ എടുക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കും. ഇവിടെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ തറയിൽ സുഖമായി കിടന്നുകൂടെ. അപ്പോൾ ബെഡ് വേണമെന്നാ ചോദിക്കണേ. തലയണയ്ക്ക് പകരം കൈവച്ചൂടേത് പ്രഭാത എത്തിക്കണേ വെച്ചാൽ അത്രയും നമുക്ക് ആവശ്യങ്ങളെ ചുരുക്കിക്കൂടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് മൃദുവായ കിടക്കുകൾ നിങ്ങൾക്ക് നിലത്ത് കിടന്നുറങ്ങിയാൽ ഉറക്കം വരില്ലെന്ന് ചോദിക്കണത്. പിന്നെ കൈപ്പത്തിയുള്ളപ്പോൾ എന്തിനാണ് തലയണ? വലിയ കെട്ടിടങ്ങൾ എന്തിനാണ്? സാധന സാമഗ്രികൾ മറ്റ് ഗൃഹോപകരണങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നാ ചോദിക്കുന്നത്. അതായത് ഭൗതിക സുഖഭോഗങ്ങൾക്കായിട്ട് അധികം സമയം ചിലവിടാതെ ആത്മസാക്ഷാത്കാരത്തിനായി യത്നിക്കുന്നത്. അതായത് വിശക്കുമ്പോൾ ഭക്ഷണത്തിനും ദാഹിക്കുമ്പോൾ കുടിക്കാനും അല്ലേ എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ടുകൂടി ഉറങ്ങണം. അതിന് വേണ്ടിയിട്ടേ പാടുള്ളൂ എന്നാണ്. ഇപ്പം നമുക്ക് ഗൃഹസ്ഥാശ്രമികൾക്ക് ഇത്രയൊന്നും സാധിക്കില്ല. അത് സന്യാസിമാർക്ക് ഇത് പറ്റുള്ളൂ അല്ലേ. ഗൃഹസ്ഥാശ്രമികൾ അറ്റ്ലീസ്റ്റ് ഇത്രയും ചെയ്യാൻ പറ്റില്ലെങ്കിലും വളരെയധികം ചുരുക്കണം. ആവശ്യങ്ങൾ എഴുതി ചുരുക്കിയിട്ട്
അതിനുവേണ്ടി മാത്രം സമ്പാദിക്കാൻ പോകും. ഈ സാധനങ്ങൾ വേണമല്ലോ, ഭക്ഷണം വേണം, ഇത് വേണം, അപ്പോൾ ഇതിനു വേണ്ടി എത്ര രൂപ വേണം, അതിനു വേണ്ടി മാത്രം സമ്പാദിക്കാൻ പോകും. ബാക്കി അപ്പോൾ ഒരുപാട് ടൈം കിട്ടും. ആ ടൈം മുഴുവൻ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് സമയം ഉപയോഗിക്കും. ഇപ്പം അങ്ങനെ എന്താ ചെയ്യുക? റിട്ടയർഡ് ആയാലും ജോലിക്ക് പോകും. ഇവർക്ക് ഒരു സമാധാനം, ഒരു റെസ്റ്റും ഉണ്ടാവും. ആലോചിച്ച് നോക്ക്, ഇന്നത്തെ കാലത്ത് റിട്ടയർഡ് ആയാലും ജോലിക്ക് പോകും. എന്താണ് അതങ്ങനെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് എല്ലാവരുടെയും. പോയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റി വെച്ചു അവർ. പണ്ടങ്ങനെയല്ല, റിട്ടയർഡായ സുഖമാണ് അവർക്ക്. അവർ അമ്പലത്തിലും പോയി ചോറ പറഞ്ഞ് രസിച്ച് നടക്കും. ഭാഗ്യമില്ല ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക്, അല്ലേ? മരിക്കണ കാര്യം പണിയെടുക്കുക. ആലോചിച്ച് നോക്ക്, ഭാഗ്യമുണ്ടോ? ഇങ്ങനെ ചോറ പറഞ്ഞ് നടക്കാനേ യോഗമില്ല, അല്ലേ? നമ്മൾ ആലോചിക്കും, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണത്. റിട്ടയർഡായാലും ഈ ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം റിട്ടയർഡായി ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അത് ഇപ്പോഴത്തെ മക്കളാണെങ്കിലും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? അച്ഛൻ എന്താ വെറുതെ ഇരിക്കണം, എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളൂ അവരും പറയും. അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ നോക്കിക്കോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ പണിയില്ലെങ്കിൽ എൻ്റെ കുട്ടികളെ നോക്കിക്കോ. ഞാനൊക്കെയാണെങ്കിൽ പറയും, എന്താ പറയുക, അത് വേണമെങ്കിൽ അവരവർക്ക് കുട്ടികളെ അവരവർ നോക്കുക, എനിക്ക് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്ന അത് ധൈര്യമായിട്ട് ആ മക്കളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ രക്ഷപ്പെടും. അതെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നോക്കുക, എനിക്ക് എൻ്റെ കൃഷ്ണൻ്റെ കാര്യം നോക്കണം. ഞാൻ എല്ലാ കാര്യവും എൻ്റെ ജീവിതത്തിൽ ചെയ്ത് കഴിഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ധൈര്യമായിട്ട് പറയാൻ പറ്റണം. ഈ ധൈര്യം ഇല്ലെങ്കിൽ ജോലോകത്തൊന്നും പോകാൻ പറ്റില്ല. ഇനിയും ജനിച്ച് മരിച്ച് വന്നു നിന്നോളൂ. അത്യാവശ്യം അവനവൻ്റെ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയുള്ള ധൈര്യം എല്ലാവർക്കും വേണം. പിന്നെ ജ്ഞാനികളായിട്ടുള്ള സന്യാസിമാരെ കുറിച്ചുകൂടെ പറയണ്ടേ. അവർ ധനാഢ്യരെ മുഖസ്തുതി എന്തിനാ പറയേണ്ട ആവശ്യം? സന്യാസിമാർ അവർക്ക് ഗൃഹസ്ഥാശ്രമികളെയോ ധനാഢ്യരെയോ ഒന്നും ആവശ്യമില്ല ജീവിക്കാൻ, അല്ലേ? അവർക്കാണ് ഇവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫലവൃക്ഷങ്ങളില്ലേന്ന് അതിന് പഴങ്ങൾ പൊടിച്ച് കഴിച്ചോളെന്ന്, നദികളില്ലേ അതിന് വെള്ളം എടുത്ത് കുടിക്കാനാണ് പറയുന്നത്, ഗുഹകളിൽ പോയി താമസിക്കുക സന്യാസിമാർ. എന്തിനാണ് മറ്റുള്ളവരുടെ നിന്ന് പൈസ വാങ്ങിക്കണേ എന്ന് പറഞ്ഞു. അപ്പം അത്രയും പോലും. പിന്നെ ഗൃഹസ്ഥാശ്രമികൾ ദാനമായിട്ട് കൊടുക്കും, അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി. ഗൃഹസ്ഥാശ്രമികളുടെ സ്വന്തം നന്മയ്ക്ക് വേണ്ടി സന്യാസിമാർക്ക് ഭിക്ഷാദാനം കൊടുക്കും. പക്ഷെ സന്യാസിമാർ അത് ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഓരോ കാര്യങ്ങളും. പിന്നെ ബ്രഹ്മചാരികളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഏകനായിട്ട് കഴിയും. ബ്രഹ്മചാരീസും സന്യാസിമാരെ ഒറ്റയ്ക്ക് കഴിയാൻ പഠിക്കണം. ഈ ഒറ്റയ്ക്ക് കഴിയുക പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കല്ല നമ്മൾ ഒറ്റയ്ക്കാണോ? നമ്മുടെ കൂടെ ആരുണ്ട്? പരമാത്മാവായിട്ട് കൃഷ്ണ ഭഗവാനുണ്ട്. എല്ലാവർക്കും പേടിയായി, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ, എൻ്റെ മക്കളെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, മക്കളുടെ കൂടെ പോയി ജീവിക്കുക, അല്ലേ? ഒറ്റയ്ക്ക് ഇരിക്കുക, ഒരു പേടിയും വേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ പരമാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ കൂടെ ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. എല്ലാവരും കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട്. ഈ ഭയം ഇല്ലാണ്ടാക്കണം, അല്ലേ? ഭയം പാടില്ല. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിനെ നിശ്ചയമായിട്ടും നമ്മൾ സേവനം സമർപ്പിക്കണം. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ഭഗവാനാകുന്നു. ഇതൊക്കെ സീരിയസ്. ഭാഗവതത്തിൽ കേട്ടൊന്നും പേടിക്കണം കേട്ടോ. കാരണം സെക്കൻഡ് ചാപ്റ്റർ ഭാഗവതത്തിലാണ്, സ്റ്റാൻഡേർഡ് കാര്യങ്ങളാണ് പറയുക, അല്ലേ? നമ്മൾ ചിലപ്പോൾ അതൊന്നും എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ എന്നാലും ഇതിൽ പറഞ്ഞു തരണ്ടേ? ഈ സത്യം അറിയാതെ ഭഗവാനെ വേണ്ട വെച്ച് ദേവന്മാരുടെ പിന്നാലെ പോകുന്ന ആൾക്കാർ ദീക്ഷ എടുക്കരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ദേവന്മാർക്ക് മുഴുവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നടക്കുകയാണെങ്കിൽ കൃഷ്ണനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണത്. ദയവ് ചെയ്ത് ഗുരുവിൻ്റെ മന്ത്രദീക്ഷ എടുക്കരുത്. ദയവ് ചെയ്ത് സത്സംഗത്തിൽ സേവനം ചെയ്യാൻ താല്പര്യമില്ലാത്തവർ മന്ത്രദീക്ഷ എടുക്കരുത്. യമനിയമങ്ങൾ അനുസരിക്കാനും 16 മാല ജപിക്കുക, കൃഷ്ണന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ തയ്യാറായവർ. എനിക്ക് കൃഷ്ണൻ എന്ത് തരണം അത് മതി, കൃഷ്ണൻ എനിക്ക് ഇന്ന് പട്ടിണി തരണം അത് മതി, എൻ്റെ ജോലി കളയുകയാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ജോലി തരികയാണെങ്കിൽ അത് മതി, അല്ലേ? ഞാൻ പക്ഷേ എൻ്റെ കൃഷ്ണൻ്റെ സേവനത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോവില്ല. ഞാൻ മരിച്ച് വീണ വരെ ഞാൻ എൻ്റെ കൃഷ്ണൻ്റെ സേവനം ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രമേ ഗുരു പരമ്പരയിൽ നിന്ന് മന്ത്രദീക്ഷ എടുക്കാവൂ. ഇത് ദീക്ഷ എടുത്തിട്ട് പിന്നെ വായത്തോന്ന് മുഴുവൻ ചെയ്യാം, അവിടെ നിന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം, എല്ലാ സിനിമ തിയേറ്ററിലും പോയി സിനിമ കാണുക, പിന്നെ എല്ലാ ചൊവ്വാഴ്ച ദേവി, തിങ്കളാഴ്ച ശിവൻ, അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ അവരായിട്ടില്ല. അവർ ആ ഒരു ദീക്ഷയ്ക്ക് അർഹതയില്ല. അവർക്ക് കൃഷ്ണന് സമർപ്പണമില്ല. കൃഷ്ണൻ സുപ്രീമാണ്. ഈ എല്ലാ ദേവി ദേവന്മാരുടെയും സുപ്രീം കൺട്രോളാണെന്ന് മനസ്സിലായെങ്കിൽ പിന്നെ പോകേണ്ട കാര്യമില്ലല്ലോ. പോണതിൻ്റെ തെറ്റല്ല, അവർ റെസ്പെക്റ്റ് ചെയ്തിരുന്നല്ല പറയണം. കാരണം വഴിയിൽ പോകുമ്പോൾ നമ്മൾ ഉറുമ്പിനെ പോലും എന്താ പറയണത്, ബഹുമാനിക്കുന്ന പറയുന്നത്. അപ്പോൾ ദേവന്മാരെ ബഹുമാനിക്കണോ വേണ്ടേ? ദേവന്മാരുടെ അമ്പലം കണ്ട് സുമിമാനജി പറഞ്ഞിട്ട് നോക്കരുത്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സുബ്രഹ്മണ്യ അമ്പലം, അയ്യപ്പൻ്റെ അമ്പലം കാണുമ്പോൾ അല്ലേ,
കോടി കോടി പ്രണാമം ചെയ്യണം, അവർ നമസ്കരിക്കണം. എനിക്ക് അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്ന എനിക്ക് കൃഷ്ണഭക്തി തരണേ എന്ന് പ്രാർത്ഥിക്കണം അവിടെ ചെന്നിട്ട്. മനഃപൂർവ്വം അവരെ കാണാൻ വേണ്ടി പോകണമെന്നല്ല, പോകേണ്ട സാഹചര്യം വന്നാൽ വഴിയിൽ പോകുമ്പോൾ കണ്ടാൽ എന്ത് ചെയ്യണം, അവരെ വീണ് നമസ്കരിച്ചിട്ട് കൃഷ്ണഭക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭക്തിയുത സേവനമാണ്. ഇനി സേവനമുള്ള സമയത്ത് അമ്പലങ്ങൾ ദർശിക്കാൻ പോകരുത്. സൺഡേ നമുക്കിവിടെ സേവനമുണ്ട്, ഇഷ്ടംപോലെ സേവനം ചെയ്യാനുണ്ട്. ഇവിടെ പാത്രങ്ങൾ കഴുകാൻ്റെ ഇതൊക്കെ നിസ്സാരമായിട്ട് കരുതരുത്. കൃഷ്ണ ഭഗവാന്റെ ഒരു പായ ഇടുന്നതും പാത്രം കഴുകുന്നതും അല്ലേ, ഭഗവാൻ ഒരു പൂമാല കെട്ടണം, നിവേദിക്കണം, ഒക്കെ ഭക്തിയുത സേവനം. അത് അർഹതപ്പെട്ടവർക്കേ കിട്ടുള്ളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് നാമം ജപിക്കുമ്പോൾ കൃഷ്ണ ഭഗവാന്റെ അന്തരംഗ ശക്തി ദേവി രാധാറാണി ദയവായി അവിടുത്തെ സേവനത്തിൽ എന്നെ ഏർപ്പെടുത്തു എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ജീവാത്മാ. അപ്പൊ കേട്ട ഉടനെ രാധാറാണി എന്ത് ചെയ്തു? ആ സേവനം തന്നു. അപ്പൊ ഇവരെന്ത് ചെയ്യും? അടുത്ത ഞായറാഴ്ച ഞങ്ങൾ വരുന്നില്ല, ഞങ്ങള് ഇവിടെ തിരുവല്ലാമലൊരു ഗുഹയുണ്ട്, അവിടെ പോയിട്ട് നൂന്നിട്ട് വരാം. പിന്നത്തെ ആഴ്ച സേവനം കൊടുത്ത് ഞങ്ങൾ ഗുരുവായൂർ തോന്നിട്ട് വരാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതൊക്കെ നമ്മൾ സേവനങ്ങളില്ലാത്ത ദിവസം, നമുക്ക് കൃഷ്ണന് സേവനം ഇല്ല ഒരു ദിവസം, നമുക്ക് സേവനങ്ങളൊന്നും ചെയ്യാനില്ല, നമ്മൾ ഫ്രീ ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ദിവ്യ സ്ഥലങ്ങളും ദിവ്യ ക്ഷേത്രങ്ങളും പോയി ദർശനം ചെയ്തിട്ട് നമസ്കരിച്ച് നാമം ജപിച്ച് പ്രസാദം കഴിച്ച് വരിക. സർവീസ് നമുക്ക് ഉണ്ടാകുമ്പോൾ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈശ്വരനെ കാണുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈശ്വരൻ്റെ സേവ. മനസ്സിലായോ? അടുക്കളയിൽ നിന്ന് വലിയ വലിയ ഉത്സവം ഉണ്ടാകുമ്പോൾ അടുക്കളയിൽ നിന്ന് പൊരിഞ്ഞ് കൃഷ്ണന് വേണ്ടി ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ടാവും. ചിലവർ വന്നിട്ട് കൃഷ്ണൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും, ചന്ത ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. കുറേ പേരിങ്ങനെ വേർത്തൊലിച്ച് കൃഷ്ണനും ഭക്തർക്കും കുക്ക് ചെയ്യുന്നുണ്ടാവും. കൃഷ്ണൻ ആരെടുത്താണ് നിൽക്കാന്ന് ആലോചിച്ച് നോക്കും. കൃഷ്ണൻ നോക്കി ചിരിച്ച് മിണ്ടാണ്ട് നിൽക്കുന്നവരെടുത്താണോ? അതെ, അവിടെ ഇങ്ങനെ സേവ ചെയ്യണം, മുണ്ടും മുറുക്കിയിട്ട് അല്ലേ, കൃഷ്ണനും ഭക്തരും കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. ആരുടെ കൂടെ ഭഗവാൻ ഉണ്ടാവുക? സേവനം നിങ്ങൾ ആരുടെ കൂടെ ഉണ്ടാവുക? ശരി, കൃഷ്ണനെ വിട്. നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്നവരുടെ കൂടെ നമ്മളുണ്ടാവുക. വെറുതെ വന്നിട്ട് സെറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നവരുടെ കൂടെയാണ് നമ്മളുടെ മനസ്സ് നിൽക്കുക. നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു, കുറച്ച് പേര് വന്നു, നമ്മൾ അടുക്കളയിൽ വന്ന് എന്താ പ്രഭു ചെയ്യണം, ഞാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ കൂത്തിയിട്ടില്ലേ, നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. വെറുതെ സെറ്റിലിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, പുറത്ത് നമ്മളൊന്നും കാണിക്കില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം കൂടുതലല്ലേ നമ്മുടെ കൂടെ നിന്ന് പണിയുള്ളവരുടെ ഉണ്ടാവുക. ഇതെങ്കിലും കൃഷ്ണനും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ദീക്ഷ എടുത്തവർക്ക് വേണ്ട പറയണം കേട്ടോ. ദീക്ഷ എടുക്കണം, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാനില്ല, അവരതിലാവട്ടെ. ദീക്ഷ എടുത്തവർ സീരിയസ് ആയിരിക്കണം. സേവനം വളരെ ഇമ്പോർട്ടൻ്റ്. ഇവിടെ പറഞ്ഞതാണ്, നിങ്ങൾ ഈ സത്യം അറിയാതെ ഭഗവാനെ നിരാകരിച്ച് ദേവന്മാരെ ആകർഷിതരായിട്ട് അവരുടെ പിന്നാലെ പോകണു. ഇതെന്താണ്? അറവശാലയിലേക്കാണ് പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിലും ഇടയനെ പിന്തുടർന്ന മൃഗങ്ങളെ പോലെയാണെന്ന്. ഈ ആടിനെയും പശുവിനെയൊക്കെ അറവശാലയ്ക്ക് പിടിച്ചുകൊണ്ട് പോകും. എന്നാലും ഈ ആട്ടിടയന്മാരെ പിന്തുടർന്നിട്ട് പോകും. ഇവരെ കൊല്ലാനാ പോണേ അല്ലേ? അതുപോലെയാണ് ദേവന്മാരുടെ അമ്പലത്തിൽ പോണതെന്ന്. നമ്മളെ ഇനി ജനിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ പോണത്. വീണ്ടും വീണ്ടും നമ്മളെ കൊല്ലുക പറയുമ്പോൾ എന്താ? ജനി മൃതി ആവർത്തനം ചെയ്ത് ഇനിയും ജനിക്കും, ഇനിയും മരിക്കും. ഇതിലേക്കാണ് പോണത്. കൃഷ്ണനെ അല്ലാതെ വേറെ ആരെ നാമം ജപിക്കുമ്പോഴും വേറെ ആരെ പ്രാർത്ഥിക്കുമ്പോഴും ഇനിയും ജനിക്കാനും മരിക്കാനോ പോണത്. അതാണ് അറവശാലയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. അതറിയാതെ പിന്നെയും പിന്നാലെ പോവുകയാണ്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. സാധാരണ ജനങ്ങൾ മായിക കാര്യങ്ങൾ വശപ്പെടുന്നു, പക്ഷെ അതീന്ദ്രിയവാദികൾ ഈശ്വരനെ ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ എന്നീ 3 അവസ്ഥകളിൽ ധ്യാനിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനിയാണ് സീരിയസ് കാര്യത്തിലേക്ക് വന്ന് പരമാത്മ ധ്യാനത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ആദ്യത്തെ സാക്ഷാത്കാരമായിട്ടുള്ള വിശ്വരൂപം പറഞ്ഞു, ബ്രഹ്മസാക്ഷാത്കാരം. ഈ അധ്യായത്തിൽ ഒരു പടി മേലെ. ആദ്യത്തെ ഫസ്റ്റ് പടിയാണ് വിശ്വരൂപ വിരാട് സ്വരൂപത്തിലുള്ള നമ്മുടെ അട്രാക്ഷൻ. രണ്ടാമത്തെ പടിയാണ് പരമാത്മാവ്. ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങി. ഉള്ളിലുള്ള പരമാത്മാവിനെ ധ്യാനിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. യോഗികൾ പരമാത്മാവിനെയാണ് ധ്യാനിക്കുക. അവർക്ക് കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട്. യോഗികളുടെ കാര്യം പറഞ്ഞാൽ അവരും ഭക്തന്മാർ തന്നെയാണ്. ഈ ബ്രഹ്മവാദികളും ഭക്തന്മാർ തന്നെയാണ്, പക്ഷെ വളരെ മെച്യൂരിറ്റി ഇല്ലാത്ത ഭക്തന്മാരാണ്. അതുകൊണ്ടാണ് വിരാട് രൂപം പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അടുത്തതും യോഗികളും ഭക്തന്മാരാണ്, പക്ഷെ പരിപൂർണ്ണ നിലയിലുള്ള ഭക്തന്മാരുടെ ലെവലിൽ എത്തിയിട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഹൃദയത്തിലെ പരമാത്മാവിനെയാണ് ധ്യാനിക്കേണ്ടത്. പരമാത്മാവിൻ്റെ രൂപം വലിപ്പമൊക്കെയാണ് ഇനി പറയും. ഇനി പരമാത്മാവ് ആരാണ്, അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ വലിപ്പം എത്രയാണ്, അതൊക്കെ പറയും. ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ 8 ഇഞ്ചാണ് വലിപ്പം. ഈ മോതിരവിരൽ മുതൽ തള്ളവിരൽ വരെയുള്ള ഇങ്ങനെ പിടിക്കുമ്പോൾ ആ നീളമാണ് ഈ 8 ഇഞ്ച് നീളം. 8 ഇഞ്ച് നീളമാണ് ആർക്കുള്ളത്? പരമാത്മാവിനുള്ളത്. അവിടെ ഇരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജീവാത്മാവിൻ്റെ ഒപ്പം 8 ഇഞ്ച് നീളത്തിൽ ആരിയ്ക്കുന്നു?
പരമാത്മ വരും. നമുക്ക് ആർക്കും അറിയില്ല, നമ്മുടെ ഉള്ളിലുണ്ട് ഭഗവാൻ. അതുകൊണ്ടാണ് കൃഷ്ണ ഭക്തർ നോൺ വെജ് കഴിക്കാത്തത്. നമ്മൾ അമ്പലത്തിൽ കൃഷ്ണൻ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈശ്വര ഏത് ദേവന്മാരായിക്കോട്ടെ അവർ ആ ദേവത ഉള്ളത് കൊണ്ടാണ് കുളിച്ച് നോണൊന്നും കഴിക്കാണ്ട് പോകുന്നത്. ഹൃദയത്തിനുള്ളിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഉയർന്നു. നമ്മുടെ ഉള്ളിൽ കൃഷ്ണനുണ്ട്, ഭഗവാൻ ഇരിക്കുന്നുണ്ട്, 8 ഇഞ്ച് നീളത്തിലിരിക്കുന്നുണ്ട്. അപ്പം ഉള്ളിൽ ക്ഷേത്രമല്ലേ? ആണല്ലോ. ശരീരത്തിൻ്റെ ഉള്ളിൽ ക്ഷേത്രമാണല്ലോ. പിന്നെ എങ്ങനെ അവിടെ നോൺ വെജ് ഇടാൻ പറ്റും? അതാണ് ഭക്തന്മാർ കഴിക്കാത്തത്. ഭക്തന്മാർ തിരിച്ചറിഞ്ഞ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, എല്ലാവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഈശ്വരൻ പരമാത്മ രൂപത്തിലിരിക്കുന്നു. അപ്പോൾ അവിടെ എപ്പോഴും കുളിച്ച് വൃത്തിയായിരിക്കണം. അതാണ് വൃത്തി. 3 നേരമൊക്കെ കുളിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും നാമം ജപിക്കുന്നത്, പരിശുദ്ധമായ ആഹാരം കഴിക്കുന്നത്. ഈ കുളിച്ചതും അല്ലേ, ഒരുപാട് പഴകിയതും ഒരുപാട് എരിവുള്ളതും ഒരുപാട് ചൂടുള്ളതും കൊടുക്കാൻ പോലെ അവിടെ ആരിരിക്കണ്ടേ? പരമാത്മാവ് ഭഗവാൻ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ശുദ്ധമായ ഭക്ഷണം അല്ലേ, ഇതൊക്കെയാണ് കഴിക്കുക. അതാണ് വൃത്തി കൂടി വരുന്ന ഈശ്വരനെ നമുക്ക് ഉള്ളിൽ മനസ്സിലാക്കുന്നതോടും നമ്മുടെ ശുദ്ധി കൂടി വരും. നമ്മൾ വേണ്ടാത്തൊന്നും ഉള്ളിലേക്ക് ഇടില്ല. അപ്പോൾ ആ ആളെയാണ് നമ്മളിനി ദർശിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലൂടെ. എന്താണ് അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? 8 ഇഞ്ച് മാത്രമുള്ള ഈ കൃഷ്ണന്, വിഷ്ണുവിന് ശംഖ്, ചക്രം, താമര, ഗദ എന്നിവയോടുകൂടി ചതുർബാഹു രൂപത്തിലാണ് അദ്ദേഹം ഉള്ളത്. എന്താണ്? 4 കൈയോട് രൂപത്തിലാണ് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത്. മോതിര വിരൽ മുതൽ തള്ള വിരൽ വരെ എന്നാണ് അദ്ദേഹത്തിൻ്റെ നീളം. ഭഗവാന്റെ താഴത്തെ വലത് കൈ ഇങ്ങനെ നിൽക്കുമല്ലോ ഭഗവാൻ. താഴത്തെ വലത് കൈ മുതൽ ഇടത് ഭാഗത്തെ കൈ വരെ, താഴേക്ക് വരെ ഇങ്ങനെയാണ് താമര, സുദർശന ചക്രം, താമര, സുദർശന ചക്രം, ശംഖ്, ഗദ, ഇങ്ങനെ 4 ഐറ്റം അല്ലേ. ഭഗവാന്റെ ഈ രൂപത്തെ ജനാർദ്ദനം എന്ന് വിളിക്കുക. എന്താണ്? ഈ 4 കൈകളോടുള്ള ഈ രൂപത്തിന് എന്താ വിളിക്കുക? ജനാർദ്ദനൻ. ഇനി ഭഗവാന്റെ അലങ്കാരം എന്താണ് നോക്കാം. പ്രസന്നമായ മുഖം, ഭഗവാന്റെ പുഞ്ചിരി തൂകുന്ന പ്രസന്നമായ മുഖമാണ്. താമര ഇതൾ പോലുള്ള കണ്ണുകളാണ് ഭഗവാന്റെ. അദ്ദേഹത്തിൻ്റെ ഉടയാടകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൂല്യ രത്നങ്ങൾ പതിച്ച ഉടയാടകൾക്ക് കദംബപ്പൂവിൻ്റെ മഞ്ഞ നിറാണെന്ന്. കദംബപ്പൂവിൻ്റെ മഞ്ഞ നിറത്തിലുള്ള കദംബപ്പൂവുണ്ട്. അതിൽ എന്താണ് രത്നങ്ങൾ പതിച്ചിട്ടുണ്ട് ഈ ഉടയാടകളിൽ. അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങളൊക്കെ സ്വർണ്ണമാണ് കേട്ടോ. കൃഷ്ണഭക്തർക്ക് ഭഗവാൻ ഒന്നും തന്നില്ല, മൂപ്പര് ചുള്ളരായിട്ടേ ഇരിക്കുള്ളൂ. സ്വർണ്ണ ആഭരണങ്ങൾ നിറഞ്ഞിട്ടേ മൂപ്പര് ഇരിക്കുള്ളൂ കേട്ടോ. ഭക്തന്മാരൊക്കെ എന്താ തുളസിമാലിട്ട് ദരിദ്രവാസികളായിട്ട് നടക്കും. കൃഷ്ണൻ എങ്ങനെ നോക്കാം അല്ലേ? അലങ്കാരം നോക്കാം അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം എന്താണ് സ്വർണ്ണ മാലകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. രത്നം പതിപ്പിച്ചിട്ടുള്ള സ്വർണ്ണമാലകൾ, ഉജ്ജ്വലമായി വെട്ടിത്തിളങ്ങുന്ന കിരീടം. ഈ 8 ഇഞ്ചുള്ള ആളുടെ ശരീരമാണെങ്കിൽ പറഞ്ഞേട്ടോ. ഇതൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. കർണകുണ്ടലങ്ങൾ, ചെവിയിൽ കുണ്ടലങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള പാദങ്ങൾ. ഇത് യോഗികളുടെ ഹൃദയത്തിലെ ഈ പാദങ്ങളാണ് യോഗികൾ അദ്ദേഹത്തിൻ്റെ മാറിടം എങ്ങനെയാണ്? വിരിഞ്ഞ മാറിടം എങ്ങനെയാണ്? ഗോവത്സം അല്ലെങ്കിൽ ഭാഗ്യദേവതയെ കൊണ്ട് മുദ്രണം ചെയ്ത കൗസ്തുഭരത്നമാണ് മാറിടത്തിലുള്ളത്. പിന്നെ നവങ്ങളായിട്ടുള്ള പൂമാലകൾ, നവനവങ്ങളായിട്ടുള്ള പുതുതായിട്ടുള്ള പൂമാലകൾ ചാർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ. വളരെ അതീന്ദ്രിയമാണ്. ഇതൊന്നും ഭൗതിക വസ്തുക്കളല്ല കേട്ടോ നമ്മൾ പറയണത്. അരയിൽ ഭംഗിയുള്ള പുഷ്പമാല ഇട്ടിട്ടുണ്ട്. വിരലുകളിൽ കള്ളന്മാരുണ്ടെങ്കിൽ നോക്കാം, കുറേ കുഴപ്പമില്ല, മൂപ്പരെ കണ്ടാൽ രക്ഷപ്പെട്ടു അല്ലേ. 10 കയ്യിൽ മോതിരവും അല്ലേ. വിരലുകളെല്ലാം അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ പതിപ്പിച്ച മോതിരമാണ്. നിങ്ങൾക്ക് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരെന്നെ സമീപിച്ചോ, മോതിരങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോ അല്ലേ. ഒരു കള്ളൻ പോയിട്ടില്ലേ മാതാചേക്ക് അതറിയില്ലേ? ഒരു കള്ളൻ ഈ വർണ്ണനം കേട്ടിട്ട് നേരെ ചോദിച്ചു ഈ ക്ലാസ് എടുക്കുന്ന ആളോട്, ഇത് സത്യമാണോ നിങ്ങൾ പറഞ്ഞു? ആ സത്യമാണ്. ഈ മൂപ്പര് എവിടെ കാണും ചോദിച്ചു. അത് ഈ ഉൾക്കാട്ടിൽ, വൃന്ദാവനത്തിന് ഉൾക്കാട്ടിൽ പോയി വിളിച്ചാൽ വരുന്നത്. അദ്ദേഹം ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മൂപ്പരും കണ്ടിട്ടില്ല. മൂപ്പരും നമ്മളെ പോലെ ഇന്ന് വെറുതെ വർണ്ണിക്കുകയാണ്, കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കേട്ടൊരു കള്ളൻ എന്ത് ചെയ്തറിയോ? ഇദ്ദേഹത്തിനെ കണ്ടുകിട്ടിയ പിന്നെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വൃന്ദാവനത്തിന് കാടുള്ള അർദ്ധരാത്രി കൃഷ്ണ 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 വിളിച്ചാണ് കരയാൻ തുടങ്ങി. കാണാനില്ല. പിന്നാണ് ഹൃദയം. ഭക്ഷണം കഴിക്കുന്നില്ല, ഉറക്കില്ല. ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ മോതിരം അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണമില്ല, ഉറക്കൂല. എത്ര ദിവസങ്ങളായി അലയാൻ തുടങ്ങിയിട്ട് ഭക്ഷണം ഇല്ലാണ്ട് ഉറക്കൂല്ലാണ്ട് കൃഷ്ണ കൃഷ്ണ വിളിച്ച് അലഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരാതിരിക്കോ? അത് നമ്മൾ സാത്വികരാണെന്ന് നോക്കിയിട്ടൊന്നല്ല, കള്ളന്മാരെടുത്ത് വരും. വിളിയുടെ രീതി അനുസരിച്ചാണ്. കള്ളൻ്റെ അടുത്ത് വന്നിട്ട് ഭഗവാൻ ആ പറഞ്ഞ അതേപോലെ മുന്നിൽ നിന്നു. അപ്പം മൂപ്പര് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കണം, പാദം മുതൽ നോക്കണം. എന്താ പറയുക, ആള് ആഭരണങ്ങളാണ് നോക്കണം. നോക്കി ഈ വിരലിൽ ഒരു മോതിരം കാണാനില്ല. അപ്പൊ ഈ കള്ളൻ പറഞ്ഞു, കൃഷ്ണ നിന്റെ ആ വിരലിൽ മോതിരം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഈ മോതിരം എവിടെ പോയിന്ന്? എത്ര ശ്രദ്ധ! നമ്മളെക്കാളും ധ്യാനമായിരുന്നു കള്ളന്. നമ്മൾ പലവിടെയും തിരിഞ്ഞിട്ടാണ് ധ്യാനിക്കണത്. കള്ളന്റെ ധ്യാനം ആ മോതിരത്തിൽ ഒരെണ്ണം കാണണ്ടായി പോയി ചോദിച്ചു, നമുക്ക് ഭഗവാൻ എത്ര മോതിരം ഉണ്ടെന്ന് അറിയുമോ?
എത്ര മാലയിട്ടുണ്ടെന്ന് അറിയും. നമ്മുടെ ധ്യാനം ശരിയല്ലാത്തതുകൊണ്ടാണ്. കള്ളൻ കൃത്യമായിട്ട് അറിഞ്ഞു. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ അയച്ചു വെച്ചാണ്. ആ മോതിരം എടുത്ത് കൊടുത്തു. പിന്നെ ഭഗവാനെ നോക്കി, ഭഗവാനെ ഭയങ്കര ചിരിക്കുക ഭഗവാനെ കള്ളനോട്. ഈ ചിരി കണ്ടപ്പോൾ കള്ളനെ നോക്കി 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 കള്ളന് മോതിരം പോലും വേണ്ട തോന്നി. ഭഗവാന്റെ ഭംഗി കണ്ടിട്ടേ അത്രയ്ക്ക് ആകർഷണമായി. ഭഗവാനാണല്ലോ പുഞ്ചിരിച്ചവനെ വശീകരിക്കണേ. അതുപോലെ തന്നെ ഈ കള്ളന്റെ വശീകരണത്തിൽ പെട്ടിട്ട് പറഞ്ഞു, കൃഷ്ണ എനിക്ക് വേണ്ട, നീ തന്നെ ഇട്ടോ, നീ ഇടുമ്പോൾ അത് ഭംഗി കൂടുതലാണ്. പിന്നെ കൃഷ്ണൻ്റെ അടുത്ത് പോകാൻ തോന്നില്ല ആൾക്ക്. പിന്നെ അവസാനമായിട്ട് കൃഷ്ണനോട് ഭക്തി അങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഒന്നും വേണ്ട എന്നുള്ളൊരു ഭ്രാന്ത് പോലെയായി ഇദ്ദേഹത്തിന്. ഇദ്ദേഹം നടക്കാണ്. പിന്നെ കൃഷ്ണ കൃഷ്ണ അപ്രത്യക്ഷ കൃഷ്ണ കൃഷ്ണ വേണ്ട നടന്ന് വേഗം ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. ഈ പറഞ്ഞ ആളോടുള്ള നന്ദി കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് ചോദിക്കുകയാണ്, ഞാൻ കണ്ടു അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം വിട്ടുപോയി. നീ കണ്ടു ചോദിച്ചപ്പോൾ ഞാൻ കണ്ടു അല്ലേ, അങ്ങ് പറഞ്ഞ അതേപോലെ നീ എങ്ങനെ കണ്ട്, എവിടെന്നാ കണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൂട്ടിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോകണം. ആ കാട്ടിലേക്ക് കൊണ്ടുപോകും, വൃന്ദാവനത്തിലെ കാട്ടിലേക്ക്. ഇദ്ദേഹം വിളിക്കാൻ, കൃഷ്ണ നീ വരൂ, ഇദ്ദേഹം കാരണം എനിക്ക് നിന്നെ കാണാൻ പറ്റിയത്, ഇദ്ദേഹത്തിനൊന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എത്ര വിളിച്ചിട്ട് വരില്ല. അവസാനം ഈ കള്ളം കരയാൻ തുടങ്ങിയപ്പോൾ ഈ ഭഗവാൻ പറയും, എനിക്ക് അദ്ദേഹത്തിന് കാണാനുള്ള യോഗ്യത ആയിട്ടില്ല, നിന്നെപ്പോലെ ആത്മാർത്ഥമായിട്ടുള്ള ധ്യാനം അദ്ദേഹത്തിനില്ല, അതുകൊണ്ട് ഞാൻ ശബ്ദം മാത്രം അദ്ദേഹത്തിന് കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. അന്നേ ആ കള്ളനെ ഒറിജിനലായിട്ട് കാണാൻ പറ്റി. പക്ഷേ ഈ പറഞ്ഞു കൊടുത്ത ആൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റിയത് ഇദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ടാണ്, ഈ കള്ളൻ്റെ കരുണ കൊണ്ട്. മനസ്സിലായോ? അപ്പോൾ അതാണ് ധ്യാനം, അതാണ് ഭക്തിയൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതാണ് ഇവിടെ പറഞ്ഞത് അല്ലേ, പ്രസന്നമായ മുഖം അല്ലേ, താമര ഇതേപോലുള്ള കണ്ണ്. നമ്മൾ പരമാത്മാവിൻ്റെ രൂപമാണ് വർണ്ണിക്കുന്നത്. അമൂല്യമായ രത്നങ്ങൾ പതിച്ച ഉടയാടകൾ, കദംബ പൂവിൻ്റെ പോലത്തെ ഉടയാടകൾ, സ്വർണ്ണമാലകൾ, പൂമാലകൾ, അരയിലെ പുഷ്പമാല, വിരലുകളിൽ രത്നങ്ങൾ പതിച്ച മോതിരം, പാദസരങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഭക്തിയിലെത്തി പാദസരം നിർത്തി വളരെ നിർത്തി മൂപ്പരെ ധ്യാനിക്കുന്ന പാദസരമുണ്ട്. നല്ല ചന്തമുള്ള പാദത്തിൽ പാദസരം അല്ലേ. പിന്നെ വളകൾ അണിഞ്ഞിട്ടുണ്ട്. മുടി എങ്ങനെ വെച്ചാൽ വളരെ മിനുസമുള്ളതും പിന്നെ എന്താണ് നീല കളറുള്ള ചുരുണ്ട മുടിയാണ്. അത് നീല കലർന്ന കറുപ്പ്, അതായത് നീലക്കാർപ്പും ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനത്തെ മുടിയും അല്ലേ, അദ്ദേഹത്തിൻ്റെ മന്ദഹാസം പൊഴിക്കുന്ന മുഖവും അല്ലേ, മുഖവും എന്താ വെച്ചാൽ പ്രസന്നമായ വദനം. ഇത് എല്ലാം അത്യന്തം ഹൃദ്യമാണ്. ഇതാണ് യോഗി ധ്യാനിക്കേണ്ടത് അല്ലേ. മഞ്ഞപ്പട്ടുടയാട ചാർത്തിയോരക്കെട്ടും മഞ്ജുല പാദര മയിൽ പീലി ചൂടിയ മൃദുമന്ദഹാസത്തിൽ അമൃതം നുകർന്നു ഞാൻ അറിയാതെ തൊഴുന്നേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ ഭാഗവതം നിർദ്ദേശിക്കുന്ന എന്താണ്, പരമപുരുഷന് ഈ വിരാട് രൂപത്തിൽ അല്ലെങ്കിൽ ഈ പരമാത്മ രൂപത്തിൽ വിഗ്രഹ രൂപത്തിൽ ഒരുവൻ ശ്രദ്ധയുറപ്പിക്കണം. ഒരു വ്യക്തി ഈ 3 രൂപത്തിൽ, ഒന്ന് വിരാട് സ്വരൂപം, രണ്ടാമത്തെ ഈ പരമാത്മ സ്വരൂപം, ഇപ്പം നമ്മൾ വർണ്ണിച്ച സ്വരൂപം, മൂന്നാമത്തേതാണ് വിഗ്രഹ രൂപം, നമ്മളൊക്കെ ചെയ്ത വിഗ്രഹ രൂപം. ഈ 3 രൂപത്തിൽ നമ്മൾ ഏതൊരു വ്യക്തിയും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇനി ആരാണ് വിരാട് രൂപത്തിനെ ധ്യാനിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദ്രിയ ആസ്വാദനം അധികം താല്പര്യമുള്ളവർ വിരാട് സ്വരൂപത്തിനെ ധ്യാനിക്കുന്നതാണ് ഉത്തമം. കാരണം അവർക്ക് അത്രയും ശ്രദ്ധ കിട്ടില്ല. അപ്പം മൊത്തം എല്ലാവരുടെയും ഈശ്വരനാണെന്നുള്ള രീതിയിലുള്ള ആരാധനയാണ് അവർക്ക് നല്ലത്. അവർ വിഷ്ണു രൂപ വിഗ്രഹങ്ങളെ, രാധാകൃഷ്ണ വിഗ്രഹങ്ങളെ സ്പർശിക്കരുതെന്നാണ് പറയുന്നത്. ഭൗതിക ആസ്വാദനം കൂടുതലുള്ള ആഗ്രഹമുള്ളവർ രാധാകൃഷ്ണ സ്വരൂപത്തെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ സ്പർശിക്കാതിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് അത്രയും സമയമായിട്ടേ വിഗ്രഹങ്ങൾ വീട്ടിലേക്ക് തരുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ ആ ഒരു വിഗ്രഹാരാധനയിലേക്കുള്ള ഒരു ഇത് നമുക്ക് എത്തിയണം, നമ്മുടെ ഹൃദയം, അപ്പോഴേ തരുള്ളൂ. അതുവരെ തുടരുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് അവ്യക്തിഗതവാദികളും ശൂന്യവാദികളും വിശ്വരൂപത്തിൽ ധ്യാനിക്കാനാണ് പറയുന്നത്. വിരാട് സ്വരൂപത്തിൽ ഭക്തരാണ് വിഗ്രഹ രൂപത്തിൽ ആരാധിക്കേണ്ടത്. ഇനി ഭൗതികവാദികളും വിശ്വരൂപത്തെ ആരാധിക്കുന്നതാണ്. അടുത്തത് പറയണം, ആധ്യാത്മിക ലോകം ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെയും ലൗകിക ലോകം ഭഗവാന്റെ ബഹിരംഗ ശക്തിയുടെയും ആവിഷ്കാരമാണ്. നമ്മൾ ജീവസത്തകൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും താല്പര്യം, ഒന്നല്ലെങ്കിൽ അന്തരംഗ ശക്തിയിലേക്ക് പോകും നമ്മൾ, അല്ലെങ്കിൽ ബഹിരംഗ ശക്തിയായിട്ടുള്ള ഭൗതിക രീതിയിൽ നമ്മൾ ജീവിക്കും. ജീവാത്മാക്കൾക്ക് ഈ പ്രവണതയുണ്ട്. ഒന്നല്ലെങ്കിൽ ആധ്യാത്മിക ശക്തിയുടെ കൂടെ നിൽക്കും, അല്ലെങ്കിലോ ഭൗതിക ശക്തിയുടെ കൂടെ. രണ്ടും ഭഗവാനിൽ തന്നെയാണ്. ബഹിരംഗ ശക്തിയും ഭഗവാനാണ്, അന്തരംഗ ശക്തിയും ഭഗവാനാണ്. പക്ഷെ ബഹിരംഗ ശക്തിക്ക് എന്താണ്, താൽക്കാലികമാണ്.
അതിന് നാശവുമുണ്ട്. അന്തരംഗ ശക്തിക്ക് നാശമില്ലാതെ സനാതനമാണ്. ഇനി യോഗി എങ്ങനെയാണ് ഭൗതിക ലോകം ഉപേക്ഷിക്കേണ്ടത്? അടുത്ത് പരമാത്മാ സാക്ഷാത്കാരായതുകൊണ്ട് യോഗിയെക്കുറിച്ച് പറയുന്നുണ്ട്. യോഗി എങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടത്? അദ്ദേഹം സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് പ്രാണവായുവിനെ യഥാവിധി നിയന്ത്രിച്ച് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ സംയമിക്കണം. ഇന്ദ്രിയങ്ങളെ മുഴുവൻ നമ്മൾ കൺട്രോളിൽ വരുത്തണം. അതായത് ഭഗവത് ഭക്തന്മാർക്ക് ഇതൊന്നും ബാധകമല്ല കേട്ടോ. ഭക്തിയുത സേവനം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. യോഗികൾ ധ്യാനം ചെയ്യണ യോഗികളുണ്ട്, അവർക്ക് വേണ്ട പറയുന്നത്. ഒരു യോഗി ഇന്ദ്രിയങ്ങളെ സംയമിച്ചതിന് ശേഷം മനസ്സിനെ ജീവസത്തയിലേക്ക്, നമ്മുടെ ആത്മാവിന്, ജീവസത്ത പറഞ്ഞാൽ നമ്മുടെ ആത്മാവാണല്ലോ, ആത്മാവിലേക്ക് കേന്ദ്രീകരിക്കണം. എന്നിട്ട് അത് പരമാത്മാവിലേക്ക് വിലയിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇപ്രകാരം പ്രവർത്തിക്കുകയാൽ പൂർണ്ണ തൃപ്തനായ ജീവസത്ത സംതൃപ്തിയുടെ പരമാവസ്ഥയിൽ സ്ഥിതനായിത്തീരും. അപ്പോൾ ഇങ്ങനെ ഈ ജീവസത്തയിൽ നിന്ന് പരമാത്മാവിലേക്ക് ഈ ഹൃദയത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ സംബന്ധിച്ച് പൂർണ്ണ സന്തോഷവാനാണ് ഈ യോഗി. അത്രയ്ക്കും പരമാവസ്ഥയിലായിരിക്കും അദ്ദേഹം. അപ്രകാരം മറ്റെല്ലാ കർമ്മങ്ങളിൽ നിന്ന് യോഗി പിന്തിരിഞ്ഞിട്ട് പരമാത്മാവിലേക്ക് ധ്യാനം ചെയ്യും. ഈ ആത്മജ്ഞാനാവസ്ഥയിൽ ഭൗതിക സത്വഗുണമോ രജസോ തമസോ മിഥ്യാഹങ്കാരമോ പിന്നെന്താണ് ഭൗതിക പ്രകൃതിയോ ഇതൊന്നും അവിടെ ഇല്ല. ഈ പരമാത്മാവിനെ ധ്യാനിക്കുന്ന ഈ വ്യക്തിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സത്വഗുണോ രജോ ഗുണോ തമോ ഗുണോ ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. ഭൗതിക പ്രകൃതിയെ ഇദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. നിരന്തരം വിഷ്ണു ധ്യാനം ചെയ്തിട്ട് നിരീശ്വരമായിട്ടുള്ള സർവ്വതിനെയും ഒഴിവാക്കാനായിട്ട് ഈ അതീന്ദ്രിയവാദി ആഗ്രഹിക്കും. ഈ അതീന്ദ്രിയവാദിക്ക് ഈ ഭഗവാന്റെ പരമാത്മാവിൽ ഇങ്ങനെ ഈ ധ്യാനം കിട്ടുമ്പോൾ എന്തോ സംഭവിച്ചിട്ട് നിരീശ്വരമായിട്ടുള്ള ഒരു കാര്യവും താല്പര്യമില്ലാണ്ട് എല്ലാത്തിനെയും നിരാകരിക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിക്കാൻ തുടങ്ങും. ഇനി ഭഗവത് പാദപത്മങ്ങളെ ഹൃദയത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുക ഈ യോഗി. ഭഗവാന്റെ പാദം അങ്ങനെ അദ്ദേഹം കാണും, ആ പാദസ്ഥരമൊക്കെ കാണും ഹൃദയത്തിൻ്റെ ഉള്ളിൽ. ഭഗവത് ഭക്തൻ ഭഗവത് പാദാംബുജങ്ങളെയാണ് ആരാധിക്കുന്നത്. അവർ ഇത് മലദ്വാരത്തെ വലത് കാലിൻ്റെ വിരൽ കൊണ്ട് അടയ്ക്കുന്ന പറഞ്ഞു. നവദ്വാരങ്ങളെയും അടയ്ക്കും യോഗി. ആ ഹൃദയത്തിൽ പരമാത്മാവിനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. ഇതൊക്കെ ധ്യാനയോഗമാണ് പറയണത്. നമ്മൾ ഇത് കേട്ട് ടെൻഷൻ അടിക്കുന്നത് നമ്മളെ കൊണ്ട് ഇത് സാധിക്കില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അർജുനന് സാധിക്കില്ല പറഞ്ഞു ഭഗവാൻ. ഭഗവാനോട് അർജുനൻ പറഞ്ഞു കൃഷ്ണ എനിക്കിതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ ഒട്ടും സാധിക്കില്ല. പക്ഷെ അങ്ങനത്തെ യോഗികളുണ്ടായിരുന്നു. അവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ആരാണ് അങ്ങനത്തെ യോഗികൾ? ആരാണ്? നമ്മുടെ ധ്രുവ മഹാരാജാവിനെ പോലുള്ള ആൾക്കാരാണ് ഈ യോഗികൾ. അവർ പിന്നെ പ്രാണവായുവിനെ പരമപ്രധാനമായിട്ട് 6 സ്ഥാനങ്ങളിൽ നിന്നും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ക്രമേണ പ്രാണവായുവിനെ ഉയർത്തിയിട്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നത്. ഇനി ധ്യാനത്തിലിരിക്കുന്ന ഭക്തൻ മേലെ പ്രാണവായുവിനെ നാഭിയിൽ നിന്നും, നാഭി പറഞ്ഞാൽ അറിയാലോ അല്ലേ, അവിടെ നിന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു പ്രാണവായുവിനെ. അവിടെ നിന്ന് മാറിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ നിന്നിട്ട് അണ്ണാക്കിൻ്റെ അവിടേക്ക്, ഈ തൊണ്ടയിൽ അല്ലേ അവിടേക്ക് കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് ഉയർത്തി പുരിക മധ്യത്തിലേക്ക് ആവാഹിക്കുകയാണ് പ്രാണവായുവിനെ. ജീവാത്മാവിനെ നാഭിയിൽ നിന്ന് ആവാഹിച്ചിട്ട് പുരിക മധ്യത്തിലേക്ക് കൊണ്ടുവന്നു വരും. അങ്ങനെയാണ് പാതി കണ്ണടച്ചിട്ട് ഈ യോഗി മൂക്കിൻ്റെ തുമ്പത്തൊക്കെ നോക്കണമെന്ന് പറയില്ലേ, അതാണ് ഈ പുരിക മധ്യത്തിൽ. നമുക്ക് പറ്റില്ല ഇങ്ങനെ നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ ആ യോഗി അങ്ങനെയാണ് ചെയ്യാം. ആവാഹിച്ചിട്ട് പ്രാണവായുവിന് പുറത്തേക്കുള്ള 7 വാതിലുകളെയും ഉപരോധിക്കും. പുറത്തേക്കുള്ള 7 വാതിലുകൾ ഏതൊക്കെ? ഈ പ്രാണവായുവിനെ ഇവിടെ നിർത്തും, പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. ഏതൊക്കെ വാതിൽ? 2 കണ്ണ്, 2 ചെവി, 2 ദ്വാരങ്ങൾ, മൂക്കിൻ്റെ വായ, ഇതാണ് 7 ദ്വാരങ്ങൾ. ഈ 7 വാതിലുകളെ അടയ്ക്കും ഈ യോഗി. എന്നിട്ട് ഭഗവത്ധാമത്തിലേക്ക് മടങ്ങുന്ന ലക്ഷ്യത്തെ ദൃഢീകരിച്ചുകൊണ്ട് ഈ പുരിക മധ്യത്തിൽ ഈ പരമാത്മാവിനെ ധ്യാനിക്കും അവർ. ഇനി ഭക്തൻ എല്ലാ അഭിലാഷങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി ഭൗതിക ബന്ധങ്ങളെയും ശരീരത്തെയും ത്യജിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് ഗമിക്കുന്നു യോഗി ചെയ്യാം. പക്ഷേ ഈ യോഗിക്ക് ഒരു ഉന്നത ഭൗതിക ഗ്രഹങ്ങളോ സ്ഥാനമാനങ്ങളോ അഷ്ടസിദ്ധി പ്രാപ്തിയോ ശൂന്യാകാശ സഞ്ചാരമോ അങ്ങനെയുള്ള ഭൗതിക ആഗ്രഹങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൗതിക മനസ്സിനെ ഇന്ദ്രിയങ്ങളെയും കൂടെ കൊണ്ടുപോകേണ്ടി വരും. ഇനി യോഗി പരമാത്മാവിനെ മാത്രം ധ്യാനിച്ചാലേ ഇതിലൂടെ പോയി ഭഗവാന്റെ ലോകത്തേക്ക് ഇദ്ദേഹത്തിന് പോകാൻ പറ്റുള്ളൂ. ഈ യോഗിയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ഭൗതിക ഗ്രഹങ്ങളിലേക്കൊക്കെ പോകണം, ഉന്നത ഗ്രഹങ്ങളോട് താല്പര്യം വരികയാണ്, സ്ഥാനമാനങ്ങൾ, അഷ്ടസിദ്ധി പ്രാപ്തി, ശൂന്യാകാശ സഞ്ചാര ആഗ്രഹം, ഇങ്ങനെയുള്ള ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ യോഗീൻ്റെ കൂടെ ആരും കൂടെ പോകും? മനസ്സ് ഇന്ദ്രിയവും കൂടെ പോകും. മനസ്സിലായോ? ഇനി ഉദാഹരണം പറയേണ്ട ഇവിടെ ബ്രഹ്മലോകത്തേക്ക് പോകണമെന്നൊരു യോഗി ആഗ്രഹിക്കുകയാണെങ്കിൽ അത്തരം ഒരു യോഗി എന്ത് ചെയ്യിച്ചാൽ ആകാശഗംഗയെ തരണം ചെയ്ത് ആദ്യം അഗ്നിദേവൻ്റെ അടുത്തേക്ക് പോവാം. യോഗി പരമാത്മാവിനെ നേരിട്ട് ധ്യാനിച്ച് കഴിഞ്ഞാൽ നേരിട്ട് പൊക്കോളുണ്ടാവും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ അറിയാണ്ട് വന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യോഗി ആദ്യം ആകാശഗംഗയെ തരണം ചെയ്ത് എങ്ങോട്ട് പോകും? അഗ്നിദേവൻ്റെ ലോകമായ വൈശ്വാനരയിലേക്ക്. വൈശ്വാനര എന്നാണ് അഗ്നിദേവൻ്റെ ലോകം. അവിടെ ചെന്നിട്ട് എല്ലാ അശുദ്ധികളും ഭൗതിക മാലിന്യങ്ങളും ഈ അഗ്നിയിൽ കളഞ്ഞിട്ട് വരും യോഗി. എന്നിട്ട് പരിശുദ്ധനായി തീർന്നിട്ട് ശിശുമാര ചക്രത്തിലേക്ക് ഈ യോഗി
സഞ്ചരിക്കാൻ തുടങ്ങി. ഈ വിശ്വപ്രപഞ്ചത്തിൻ്റെ എവിടെയാണ് ശിശുമാര ചക്രം എന്ന് പറയുന്നത്? വിശ്വപ്രപഞ്ചത്തിന് ധ്രുവ നക്ഷത്രങ്ങളും അതിന് ധ്രുവ നക്ഷത്രവും ഒരെണ്ണേ ഉള്ളൂ, അതിന് ചുറ്റുമുള്ള വലയത്തെയുമാണ് ശിശുമാര വലയം എന്ന് വിശേഷിപ്പിക്കുന്നത്. അവിടെ ക്ഷീരോദകശായി വിഷ്ണുവിൻ്റെ ലോകം ഉണ്ട് നമ്മുടെ, അല്ലേ? പരമാത്മാ അതിൻ്റെ ലോകം. സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും പരിഭ്രമണം ചെയ്യിക്കാനുള്ള ആധാരകീലം എന്ന് പറയുന്നത് ഈ ശിശുമാരമാണ്. ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിനെയും എന്താണ് ഈ പരിഭ്രമണം ചെയ്യിക്കുന്ന ആധാരകീലം എന്നൊക്കെ പറയും. ഒന്നിലും ഇങ്ങനെ കറങ്ങാനായിട്ട് അച്ചുതണ്ട് പോലെ, അത് ഈ ശിശുമാരാണ്. ഇതിനെ ഗർഭോദകശായ വിഷ്ണുവിൻ്റെ നാഭി. ഈ ശിശുമാര എന്താണ്? ഈ ആധാരകീലം എന്താണ്? ഗർഭോദകശായ വിഷ്ണുവിൻ്റെ നാഭിയാണ്. അവിടെ നിന്നല്ലേ 14 ലോകങ്ങളും വരുന്നത്. ഈ ശിശുമാര ചക്രത്തിന് അപ്പുറമാണ് യോഗിമാർ പോകണം. എന്നിട്ട് ഭൃഗുവിനെ പോലെയുള്ള പരിശുദ്ധനായിട്ടുള്ള മുനിമാരുടെ ലോകമായിട്ടുള്ള മഹർ ലോകത്തേക്ക് എത്തിച്ചേരും. ചെറിയ ചെറിയ ആഗ്രഹമുള്ള ഈ യോഗികൾ എങ്ങനെ പോവാ? യോഗാസനം ചെയ്തു, പക്ഷെ ചെറിയ ഭൗതിക ആഗ്രഹമുണ്ട്. ഇവരിങ്ങനെ ശിശുമാര ചക്രം വഴി എങ്ങോട്ട് വന്നു? മഹർ ലോകത്തേക്ക് എത്തിപ്പെടും. അവിടെ 43 കോടി സൂര്യവർഷം ജീവിക്കുവർ. ഈ എവിടെയാ? മഹർ ലോകത്ത്. എവിടെയാണ്? അവിടെ ഭൃഗു മഹർഷി അവരൊക്കെ താമസിക്കുന്നത് എവിടെയാണ്? ഈ മഹർ ലോകത്താണ്. അവിടെ 43 കോടി വർഷം താമസിച്ചിട്ട് അല്ലേ താമസിക്കും. ഇനി ബ്രഹ്മദേവന്റെ ജീവിത കാലാവധി തീരുമ്പോൾ ഇനി എന്ത് സംഭവിക്കാം? പക്ഷേ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ കൽപ്പം തീരുക. അപ്പോൾ ബ്രഹ്മദേവന്റെ ജീവിത കാലാവധി തീരുമ്പോൾ അനന്തന്റെ വായിൽ നിന്ന് അഗ്നി വരും, അല്ലേ? ഇത് നശിപ്പിക്കാനായിട്ട് അഗ്നി വന്നിട്ട്, തീനാളം വന്നിട്ട് വിശ്വപ്രപഞ്ചത്തിലെ സർവ്വലോകങ്ങളും അഗ്നിയിൽ ചാരമാണെന്ന് ഈ യോഗി കാണും. അപ്പോൾ യോഗി അവിടെ നിന്ന് പുറപ്പെടും. മനസ്സിലായ? ഈ ഭൗതിക ലോകങ്ങൾ മുഴുവൻ അഗ്നിയിൽ ചാരമാവും അനന്തന്റെ വായിലുള്ള തീ കൊണ്ട്. അപ്പൊ ഈ യോഗി ആകാശവിദ്യ പഠിച്ചിട്ടുണ്ടാവും. ഈ യോഗികൾ ആകാശവിദ്യയാൽ സത്യലോകത്തിലേക്ക് ഗമിക്കുന്നു. സത്യലോകന്മാരാണ് ബ്രഹ്മാവിന്റെ ലോകമാണ്. അത് മാത്രം തൽക്കാലം നശിക്കാണ്ടിരിക്കുന്ന ലോകം ബ്രഹ്മലോകമാണ്. ആ സത്യലോകത്തിലേക്ക് പോയിട്ട് അവിടെ ചെല്ലും. അവിടുത്തെ ആയുസ് എത്ര വെച്ചാൽ 15,450 കോടി സൂര്യവർഷമാണ് നമ്മുടെ സത്യലോകത്തിലെ ആയുസ്. അവിടെ ശോകമില്ല, വാർദ്ധക്യമില്ല, മരണം, ഇതൊന്നും സത്യലോകത്തില്ല. അവിടെ ഉത്കണ്ഠയുമില്ല. അങ്ങനെ സത്യലോകത്തിൽ ഈ യോഗി എത്തിച്ചേരും, ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരും. എന്നിട്ടോ ഈ സ്ഥൂല ശരീരത്തിന് സമാനമായ അസ്തിത്വമുള്ള ഭക്തൻ സൂക്ഷ്മ ശരീരത്താൽ നിർഭയനായിട്ട് ഏകീഭവിക്കാൻ പ്രാപ്തനായിട്ടില്ല. സ്ഥൂല ശരീരം വിട്ടിട്ട് സൂക്ഷ്മ ശരീരത്തിൽ ജീവിക്കാനുള്ള പ്രാപ്തി ഇദ്ദേഹം നേടും. കാരണം മാത്രമല്ല, ഭൂമിയിൽ നിന്ന് കുറേ രൂപങ്ങൾ, ജലരൂപം, അഗ്നിരൂപം, ഉജ്ജ്വലം, വായവം എന്നീ അസ്തിത്വങ്ങൾ, ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടുള്ള ഓരോ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങൾ മുഴുവൻ ഇദ്ദേഹം പ്രാപ്തമാക്കിയിട്ട് അതിനെ നിരാകരിക്കും. അവസാനം ആത്മാവിൻ്റെ യഥാർത്ഥ രൂപം കൈവരിക്കും. ഈ വക എല്ലാ പഞ്ചഭൂത നിർമ്മിതമായ രൂപങ്ങളെയും ഉപേക്ഷിക്കും. ആത്മാവിൽ വളരെയധികം പരമാത്മാവിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ രൂപത്തിന് ഉപേക്ഷണം എവിടെ വെച്ചിട്ടാണ്? സത്യലോകത്തിൽ വെച്ചിട്ടാണ് യോഗിക്ക് ഇതൊക്കെ സാധ്യമാകുക. അതുവരെ സാധിക്കില്ല. അവിടെ വെച്ച് ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മ വിഷയങ്ങളെയും കളയും. ഏതൊക്കെയാണ് സൂക്ഷ്മ ഇന്ദ്രിയ വിഷയങ്ങൾ? 5 വിഷയങ്ങളെ, രൂപം, ഗന്ധം, സ്പർശം, അത് മുഴുവൻ ഈ യോഗി അവസാനിക്കും, ഉപേക്ഷിക്കുന്നു. ഈ യോഗി അവിടെ വെച്ചിട്ട് ഇത് ഉപേക്ഷിക്കും. ഇപ്രകാരം ഇങ്ങനെ ആണോടുകൂടി ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള സജ്ജനായി. മനസ്സിലായോ? ഭഗവത് ധാമത്തിലേക്ക് സജ്ജനാവണം എന്താ വെച്ചാൽ ഈ വക സംഭവം ഇന്ദ്രിയങ്ങളെ കംപ്ലീറ്റ് നമ്മളെ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം കംപ്ലീറ്റ് ഉപേക്ഷിക്കുമ്പോഴാണ്. സൂക്ഷ്മ രീതിയിൽ ചെറിയൊരു അഹങ്കാരം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പോകാൻ പറ്റില്ല, അല്ലേ? അതുകൊണ്ട് നിർബന്ധപൂർവ്വം ഭക്തിയുത സേവനം നന്നായി ചെയ്യുമ്പോഴേ നമുക്ക് സാധിക്കുള്ളൂ. അതിന് യോഗ്യനായിട്ട് അപ്പോൾ തീരും. യോഗി ഇത് വളരെ ക്ലാഷ്, അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് ഈസി കാര്യം തന്നിട്ടുണ്ട്, അല്ലേ? നമ്മൾ പേടിക്കേ വേണ്ട ഇതൊന്നും കേട്ടിട്ട്. കാരണം ഇത് അത്രയ്ക്കും സാധിക്കുന്ന യോഗികൾക്കുള്ളതാണ്. ഭഗവത് ധാമത്തിൽ പ്രവേശിക്കുന്നതിന് യോഗ്യനായി തീർന്നത് ഈ സത്യലോകത്തിൽ വെച്ചിട്ടാണ്. എല്ലാ ഭൗതിക മാലിന്യങ്ങളും പൂർണ്ണമായിട്ട് ഇദ്ദേഹം പരിശുദ്ധനായി. അങ്ങനെ അദ്ദേഹം സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള ആവരണങ്ങളെ മറികടന്ന് അഹംഭാവ തലത്തിലേക്ക് പ്രവേശിച്ചു. സൂക്ഷ്മ സ്ഥൂല ആവരണങ്ങൾ കട്ട് ചെയ്തു. ഇനി എവിടേക്കാണ് പോയത്? അഹംഭാവ തലത്തിലേക്ക് പ്രവേശിച്ചു. ആ അവസ്ഥയിലാണ് രജസ്, തമസ് എന്നുള്ള ഗുണങ്ങളെ കട്ട് ചെയ്തിട്ട് സത്വഗുണത്തിലേക്ക് വരും. സത്വഗുണം മാത്രമായിട്ട് മാറും. ഇനി അതിനുശേഷം സത്വഗുണത്തിനെ മാറ്റിയിട്ട് മഹത്തത്വത്തിലേക്ക് കയറിയിട്ട് ശുദ്ധസത്വ ആത്മസാക്ഷാത്കാരത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ യോഗിയുടെ പ്രയാണമാണ് പറയുന്നത്. ഒരു യോഗി ഇങ്ങനെ പ്രയാണം ചെയ്ത് എവിടെ എത്തിയെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ ഓരോന്ന് കളയണം, ഓരോ സ്ഥലത്ത് വെച്ച് ഓരോന്ന് കളയുന്നു. അങ്ങനെ അദ്ദേഹം സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം കളഞ്ഞ യോഗിക്ക് അഹംഭാവ തലത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് രജസും തമസിനെയും കളഞ്ഞിട്ട് സത്വഗുണത്തിൽ ആദ്യം സ്ഥിതമാവും. അതിനുശേഷം ഇത് മഹത്തത്വത്തിലേക്ക് പോയിട്ട് അവിടുത്തെ ഈ സത്വഗുണത്തിനെയും കളയും. ഇത് ശുദ്ധ സത്വത്തിലേക്ക് വരും. ഇതാണ് വസുദേവ സത്വം. ആ ശുദ്ധ സത്വത്തിലാണ് നമുക്ക് വൈകുണ്ഠ പ്രവേശനം ഉണ്ടാവുക. ഇതിലാണ് ശുദ്ധ സത്വ രൂപത്തിലേക്ക്. അപ്പോൾ അങ്ങനെ ആത്മസാക്ഷാത്കാര പദവിയിൽ ആയിത്തീരുന്നു. സത്വം, അതായത് ശുദ്ധ സത്വം പ്രാപ്തമാകുന്നു.
അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട ആത്മാവിന് മാത്രമേ ഇങ്ങനെ ഭഗവാന്റെ ലോകത്തിലേക്ക് കഴിയാറായിട്ട് ഒരു പേജേ ഉള്ളൂ, ഇപ്പം നിർത്താൻ പോകുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ആത്മാവിന് മാത്രമാണ് ഭഗവാന്റെ ലോകം പ്രാപ്തമാക്കാൻ സാധിക്കുള്ളൂ. അവിടെ എത്തിയ ഭക്തൻ വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് വരില്ല. അപ്പം ഈ ലെവലിൽ അവിടെ നിന്ന് മാറ്റപ്പെട്ട ഭക്തൻ ഇങ്ങോട്ട് തിരിച്ചു വരുമോ? ഇങ്ങോട്ട് തിരിച്ചു വരില്ല. കഴിയാറായി, ബോറടിക്കുന്നെങ്കിൽ വിഷമിക്കേണ്ട, കഴിയാറായി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശുഗ മഹർഷി പരിശുദ്ധ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇത് എവിടെന്നാ ശുഗന് കിട്ടിയത്? ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ബ്രഹ്മദേവനെ പറഞ്ഞു കൊടുത്തു. ബ്രഹ്മദേവൻ അത് നാരദ വഴി വ്യാസദേവന് പറഞ്ഞു കൊടുത്തു. വ്യാസ മഹർഷി ശുഗ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമുക്കും ഇതൊക്കെ കിട്ടിയില്ലേ? നമ്മൾക്ക് ഭഗവാനിൽ എത്തിച്ചേരാനുള്ള ഉപായം ശ്രീകൃഷ്ണ ഭഗവാന്റെ നേരിട്ടുള്ള ഭക്തിയുടെ സേവനമാണ്. ഇനി അടുത്ത് നമ്മുടെ കാര്യം പറഞ്ഞു തരികയാണ്. നമുക്ക് എന്താണ് ഏറ്റവും നല്ല ഉപായം? നേരിട്ടുള്ള ഭക്തിയുത സേവനം ചെയ്യുക. ഇത് എളുപ്പമാണ്, സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വഭാവമാണ് ആത്മാവിൻ്റെ ഈ ഭക്തിയുത സേവനം. ഇനിയോ ക്ലേശരഹിതം. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ ഇരുന്ന് പിരികത്തിലേക്ക് നോക്കിയിരിക്കാൻ 5 മിനിറ്റ് പറ്റുമോ? അവരെത്ര യുഗങ്ങളാണ് ഇങ്ങനെ നോക്കിയിരിക്കണം. നമുക്ക് കണ്ണിലേക്ക് മൂക്കിലേക്ക് നോക്കിയിരിക്കാൻ തന്നെ പറ്റൂല അല്ലേ? അതിങ്ങനെ നാഭി വഴി ഇങ്ങനെ 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 കൊണ്ടുവന്ന് ഇങ്ങനെ പിരികമത്തിരത്തിലാക്കിയിട്ട് അല്ലേ, വളരെ ബുദ്ധിമുട്ടാണ് അത്. അപ്പോൾ ശ്രേഷ്ഠ വ്യക്തിയായിട്ടുള്ള ബ്രഹ്മദേവൻ പൂർണ്ണ ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി വേദങ്ങളെ ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി നമുക്ക് വേണ്ട കാര്യം പറയുന്നത്, ശ്രേഷ്ഠ വ്യക്തിയായ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി വേദങ്ങളെ 3 പ്രാവശ്യം പാരായണം ചെയ്തു. സൂക്ഷ്മ പരിശോധന ചെയ്ത ശേഷം പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള അഭിനിവേശമാണ് ധർമ്മത്തിൻ്റെ അത്യുന്നതമായ പരിപൂർണതയെന്ന് നിശ്ചയം വരുത്തുകയും ചെയ്തു. കൃഷ്ണ ഭഗവാനോടുള്ള അഭിനിവേശം, ഭ്രാന്ത് അല്ലേ, ഭ്രാന്തമായ ഇഷ്ടം, ഭഗവാന്റെ സേവ ചെയ്യാൻ, നാമം ജപിച്ച് കണ്ണു നിറഞ്ഞ് സേവ ചെയ്യണം. അടിച്ചു വാരാനും തുടയ്ക്കുകയാണെങ്കിൽ ഹാപ്പി ആയിരിക്കും നമ്മൾ അല്ലേ. ചപ്പുവാരും കൃഷ്ണ ഭഗവാന്റെ എന്താണ് അമ്പലത്തിൽ ചപ്പു വാരുമ്പോഴും പാട്ട് പാടിയിട്ട് ചെയ്യണം. എന്താ ചശു എനിക്കെന്ത് ഈ സേവയാണോ കിട്ടിയത്? ഇതെല്ലാം കൃഷ്ണൻ്റെയാണ്. ഇപ്പോൾ കൃഷ്ണൻ്റെ പാദവും കണ്ണും ഒക്കെ വ്യത്യാസമുണ്ട്, മൂക്കും ഒരു വ്യത്യാസവും ഇല്ല. അത് ഭാവം, നമ്മുടെ ഭാവത്തിലാണ് വ്യത്യാസം അല്ലേ. നമ്മളുടെ ഒരു ഭക്തൻ കൃഷ്ണൻ്റെ ആണ് ഞാൻ സേവനം ചെയ്യണമെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ ഏത് ചെയ്യുമ്പോഴും സന്തോഷത്തിലായിരിക്കും. അല്ല ഞാൻ എനിക്കുള്ള സേവനമാണ്, ഞാനിങ്ങനെ ആൾക്കാരെ കാണിക്കാനുള്ള സേവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിന്ന് അധികം വഴക്കൊന്നും ആവാണ്ട് ഇങ്ങനെ നിന്നുള്ള സേവനങ്ങളെ ചെയ്യുള്ളൂ അല്ലേ. അതല്ല ഉദ്ദേശിക്കുന്നത്. സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷ്ണൻ്റെ ഏത് സേവനയിലും ഒരുപോലെയാണ്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ധർമ്മത്തിൻ്റെ അത്യുന്നതമായ പരിപൂർണത കൃഷ്ണ ഭഗവാനുള്ള അഭിനിവേശമാണ്. എല്ലാ ജീവസത്തകളുടെയും കൂടെ കൃഷ്ണ ഭഗവാൻ പരമാത്മ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുക, അദ്ദേഹത്തെ പ്രകീർത്തിക്കുക, ഇത് അത്യാവശ്യമാണ് എന്ന് ശുഗ മഹർഷി അരുളി ചെയ്യുന്നു. ഭഗവാൻ കൃഷ്ണന്റെ അമൃത മധുരമായ സന്ദേശങ്ങളെ ശ്രവണത്തിലൂടെ സ്വീകരിക്കുന്നവൻ സ്വയം പരിശുദ്ധനമായി മാറിയിട്ട് ഭഗവത്ധാമത്തിലേക്ക് തിരികെ പോകുന്നു. നമുക്കുള്ള സൂചനകൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാമം ജപിക്കുക അല്ലേ, ശ്രവണം കേൾക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, നാമം ജപിക്കുക, സേവനം ചെയ്യുക. ഇത്രയും ചെയ്ത് പ്രസാദം നല്ലോണം കഴിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആടിപ്പാടി അല്ലേ ഭഗവത്ധാമത്തിലേക്ക് പോകും. ചിരിച്ചിരിച്ച് ഭഗവത്ധാമത്തിലേക്ക് പോകാറില്ലേ? പ്രഭുപാദ് അങ്ങനെ പറയുന്നുണ്ടത്. അതായത് പ്രഭുപാദിൻ്റെ അടുത്ത് കുറേ ഭക്തന്മാർ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ പ്രഭുപാദ് എന്താ ഉണ്ടാക്കിയ മതി? ഒരു ഏതാണ് രസഗുളല്ല, വേറെ എന്താ സംഭവം? ഗുലാബ് ജാമുൻ. അതുകൊണ്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിരിക്കണം. അപ്പോൾ ഒരു ഭക്തൻ എടുത്തിട്ട് അത് വായിലെറിയാൻ നിൽക്കുമ്പോൾ മറ്റൊരു ഭക്തൻ അത് പിടിച്ചിട്ട് കഴിക്കും. അപ്പോൾ പ്രഭുപാദ് ഇങ്ങനെ തോടയിലടിച്ച് ചിരിക്കുന്നത് ഇത് കണ്ടിട്ട് ഭക്തൻ കഴിക്കാൻ നോക്കുകയാണ്. മറ്റു ഭക്തൻ രസഗുള അങ്ങനെ വായിലിടണം, മറ്റേ ഭക്തൻ ഈ വായിൽ എത്തണ ഇത് പിടിച്ചിട്ട് കഴിക്കും. അങ്ങനെ രസിച്ച് അപ്പോൾ പ്രഭുപാദ് ചിരിച്ച് ആനന്ദിച്ചിട്ട് പറയും, ഇങ്ങനെ ചിരിച്ച് നമ്മുടെ ഭക്തന്മാർ ഗോലോകത്തേക്ക് പോകുന്നു ആനന്ദിച്ചിട്ട്. പ്രസാദം വാരി കഴിക്കുക, അവിടെ നിന്ന് വാരി കഴിക്കുക അല്ലേ, രസത്തിൽ സേവനം ചെയ്യുക അല്ലേ. അതിലെന്താണോ ഒന്നും ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള അപരാധം, 10 അപരാധങ്ങൾ നമ്മൾ പറയണ്ടല്ലോ, അത് കർശനമായിട്ട് പാലിക്കണം. ആരെയും നിന്ദിക്കേണ്ട, ഇനി ആരോ ആയിക്കോട്ടെ, ആരെയും നമ്മൾ ഇനി ഭക്തന്മാരെ നിന്ദിക്കാൻ പാടില്ല, ഭക്തന്മാരല്ലാത്തവരെയും നമ്മൾ നിന്ദിക്കേണ്ട. അപ്പം കാര്യം കഴിഞ്ഞല്ലോ. ഈ ഭക്തന്മാരെ നിന്ദിക്കുമ്പോൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റുള്ളവരെ നിന്ദിക്കാലോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മളെ മാത്രം നിന്ദിക്കാൻ തോന്നി അവരവരെ നിന്ദിക്കരുന്നുണ്ട്. ഞാൻ ശരിയല്ല എന്ന് പറയും. ആ ഒരു നിന്ദയും പാടില്ല അല്ലേ. ഭഗവാന്റെ നാമത്തിന്റെ ബലത്തിൽ പാപം ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ആ 10 അപരാധം കാണാണ്ട് പഠിക്കണം നമ്മൾ. അത്രയാണ് ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അപരാധം ചെയ്യാതെ, പ്രത്യേകിച്ച് ഭക്തന്മാരെ പേടിയും ചെയ്യാതെ, ആ 10 അപരാധങ്ങൾ ചെയ്യാതെ നാമം ജപിച്ച് ഭക്തിയുത സേവനം ചെയ്ത് കിട്ടിയ സേവയിൽ ആനന്ദിച്ചതേ അവൾക്ക് വേറെ സേവ കൊടുത്തു. എന്നെ മാതാജിക്ക് തീരെ ഇഷ്ടമല്ല, എന്നെ താഴ്ണ്ടാക്കി അങ്ങനെയൊന്നും മാതാജിക്ക് എന്നല്ല, നമുക്ക് നമ്മുടെ മുകളിലുള്ളവർ ഇങ്ങനെ തരും അല്ലേ. ആ സേവ തരുമ്പോൾ നമ്മൾ വിചാരിച്ച് കിട്ടിയ സേവേനെ
സന്തോഷപൂർവ്വം സേവ ചെയ്യുക. എനിക്കിത് കിട്ടിയല്ലോ, എനിക്കൊരു യോഗ്യതയില്ല, പക്ഷെ എനിക്ക് സേവ കിട്ടിയല്ലോ. ഭഗവാന്റെ അമ്പലം തൂക്കാൻ എല്ലാവർക്കും പറ്റൂല അല്ലേ? ലോകത്തുള്ള ആൾക്കാരെ വീട് മുഴുവൻ അടിച്ചു വരും. ഭഗവാന്റെ അമ്പലം തൂക്കാൻ അവർക്ക് പറ്റില്ല, അതിന് സാധിക്കില്ല, യോഗ്യത വേണ്ടേ. അപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്ക് കിട്ടിയ സേവ എന്തായാലും സന്തോഷത്തോടുകൂടി സേവനം ചെയ്യുക. അങ്ങനെ നമ്മുടെ ഈ 2-ാം അധ്യായം, ദ്വിതീയ സ്കന്ധത്തിലെ 2-ാം അധ്യായം ഇവിടെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ തീർന്നു. അന്തരംഗസ്ഥനായ ഭഗവാൻ എന്ന ശ്രീമദ് ഭാഗവതം 2-ാം സ്കന്ധം 2-ാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ വർണ്ണന ശ്രീ രാധാകൃഷ്ണനാഥ ഭാഗവതത്തിൽ സമർപ്പിക്കും. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. ഇത് നമുക്ക് നമ്മുടെ ഭോഗാരതിയാണ് കേട്ടോ. ഭോഗാരതി ഇപ്പോൾ നമ്മൾ ഭോഗാരതിക്ക് ഞങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ